ഹായ് എവരിവൺ, നമ്മളെ ഫോയുടെ ജനറൽ അനാറ്റമി വീഡിയോസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ജോയിൻസിൻ്റെ പാർട്ട് 1 പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3 ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ദറ്റ് ഈസ് ദ സൈനോവൽ ജോയിൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ കണ്ടിട്ടാവണം നമ്മളെ പാർട്ട് 3 കാണേണ്ടത്. സോ ലൈക്ക് നമുക്ക് ആ ഒരു നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ ലാസ്റ്റ് പറയുമ്പോൾ ഒന്ന് ക്ലിക്ക് ആവണമെങ്കിൽ സീ ഇൻ ദാറ്റ് ഓർഡർ. ഓക്കെ, മേ ബി ലൈക്ക് ഈ വീഡിയോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാവാൻ കാണുന്നത് ലൈക്ക് ബിഫോർ സീയിങ് അപ്പർ ലിം തൊറാക്സ് ഒക്കെ, അല്ലെങ്കിൽ മേ ബി അറ്റ് ദ എൻഡ് എക്സാം അടുപ്പിച്ചായിരിക്കും. അവിടെ ജോയിൻ്റ് ഒരു തവണ എസ് ആയിട്ട് ചോദിച്ചതാണ്. ജോയിൻ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ബട്ട് ജനറൽ അനാറ്റമിയിൽ നിന്ന് അവർക്ക് MCQ ആയിട്ട് ജോയിൻ്റ് എന്ന് ചോദിക്കാറുണ്ട്. സ്ഥിരം ജോയിൻ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജനറൽ അനാറ്റമിയിൽ നിന്ന് MCQ ഇടുന്ന സമയത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിൽ ബി ജോയിൻറ്റ്. അതുപോലെ തന്നെ എസ് ആയിട്ട് ചോദിക്കാൻ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജനറൽ അനാറ്റമിയിൽ നിന്ന് എസ് വരുമ്പോൾ ദാറ്റ് വിൽ ബി ജോയിൻറ്റ്. ഓക്കെ, അതാണ് ജോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇറ്റ്സ് നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് അതർ ടോപ്പിക്സ്, ബട്ട് യാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻ്റ് ഒക്കെ പറഞ്ഞതാണ്. വി ഹാവ് ഫൈബ്രസ് ജോയിൻറ്റ്, വി ആർ ജസ്റ്റ് റിവൈസിങ് ആൻഡ് ദെൻ വിൽ മൂവ് ടു ദ ആക്ച്വൽ സൈനോവൽ ജോയിൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈബ്രസ് ജോയിൻ്റ് ഉണ്ട്, കാർട്ടിലേജിനസ് ജോയിൻ്റ് ഉണ്ട്, സൈനോവൽ ജോയിൻ്റ് ഉണ്ട്. ഫൈബ്രസ് ജോയിൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫൈബ്രസ് ജോയിൻറ്റിൽ നമുക്കുള്ളത് സൂച്ചർ ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫൈബ്രസ് ജോയിൻറ്റിൽ നമ്മളെ സ്യൂച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളെ ഗോംഫോസിസും അതുപോലെ നമ്മുടെ സിൻഡസ്മോസിസും. ഓക്കെ, അവിടെ ഫൈബ്രസ് ജോയിൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ലൈക്ക് റിപ്പീറ്റ് ചെയ്യാണ്, ബോണ് അതിൻ്റെ ഇടയ്ക്ക് ഫൈബ്രസ് കാർട്ടിലേജ് അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, യു റിമെമ്പർ ദാറ്റ്, ബോൺ അതിൻ്റെ ഇടയ്ക്ക് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, അതാണ് ഫൈബ്രസ് ജോയിൻറ്റ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു സ്യൂച്ചർ പറഞ്ഞു, സിൻഡസ്മോസിസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ മിഡിൽ റേഡിയോ അൽനാർ, അതുപോലെ ഈ ഭാഗത്തുള്ള റേഡിയസിൻ്റെ അടുക്കുള്ള സാധനം ഇൻഫീരിയർ ടിബിയ ഫിബ്ര ആ സംഭവമൊക്കെ. പിന്നെ നമ്മളെ ഗോംഫോസിസ് പറഞ്ഞു, നമ്മളെ ആ സ്യൂച്ചേഴ്സ് അതിൻ്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഇൻഫീരിയർ ടിബിയ ഫിബ്രാർ ജോയിൻ്റ് ഒന്നും കൂടി എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കണം. ഇൻട്രോഷ്യസ് ഇതിൻ്റെ കൂടെ ഇൻഫീരിയർ ടിബിയ ഫിബ്രാറും കൂടി ഓർക്കുക സിൻഡസ്മോസിസിൽ. പിന്നെ ഗോംഫോസിസിൻ്റെ ടീത്ത്. കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ് സെക്കൻഡ് ടൈപ്പ്, അത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറി ഈസ് മിഡ് ലൈൻ, അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പോൾ പ്രൈമറി ബാക്കി സാധനങ്ങൾ. അപ്പോൾ അവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ബോണ് ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഹൈലിംഗ് കാർട്ടിലേജ്. ബോണ് അതിൻ്റെ ഉള്ളിൽ ഹൈലിംഗ് കാർട്ടിലേജ്. മറ്റേ ബോണ് ഫൈബ്രസ് കണക്റ്റീവ് ചെയ്യുന്ന ഫൈബ്രസ് ജോയിൻറ്റ്, ഇത് ഹൈലിംഗ് കാർട്ടിലേജ് ആണ് നടുവിൽ. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, എപ്പിഫൈസ് ഡയഫൈസ് ഓഫ് ഗ്രോയിങ് ലോങ് ബോൺ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് കോൺട്രാസ്റ്റേണലും ഈ സ്കള്ളിൻ്റെ അവിടെ സ്പീനോ ഓക്സിപിറ്റൽ ജോയിൻറ്റും. സെക്കൻഡറി കാർട്ടിലേജസ് ജോയിൻറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ MCQ, ദാറ്റ് ഈസ് മിഡ് ലൈൻ സ്ട്രിക്റ്റസ്. കാരണം അത് ദേ ഹാവ് എ കോഡ് ടു റിമെമ്പർ, സോ ദേ വിൽ ആസ്ക് ദാറ്റ്. മിഡ് ലൈൻ ജോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് സെക്കൻഡറി കാർട്ടിലേജിനസിൽ വരിക. അതാണ് സിംഫൈസിസ്, വി നോ ദാറ്റ്. സിംഫൈസിസ് പ്യൂബിസ്, മാനിബ്രിയോ സ്റ്റേർണം, ഇന്റർവെർട്ടബിൾ ഡിസ്ക്, സിംഫൈസിസ് മെൻറ്റി. ജസ്റ്റ് മിഡ് ലൈൻ, യു വിൽ ഗെറ്റ് ദാറ്റ് ആൻസർ. ഓക്കെ, അത്രയും കഴിഞ്ഞു. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് സൈനോവൽ ജോയിൻറ്റ്. സംടൈംസ് ഈവൻ സൈനോവൽ ജോയിൻറ്റ് ക്യാൻ കം ആസ് എ ഷോർട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. സൈനോവൽ ജോയിൻറ്റ് ഈസ് വെരി സിമ്പിൾ, പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചതാണ്. I won't be explaining everything. നിങ്ങൾക്ക് അറിയാം പ്ലസ് ടു സാധനങ്ങളാണ്. ഐ വിൽ ജസ്റ്റ് ഗിവ് an outline and the structure you can add on. Okay, അപ്പം സൈനോവൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് we know that when we draw synovial joint we draw like this, a bone and another bone, and then we draw something like this, that's a capsule. and ഉള്ളിൽ നമ്മൾ കുറച്ച് കുത്തിട്ട് ഇത് നമ്മൾ എന്താക്കും? ഫ്ലൂയിഡ് ആക്കും. ഓക്കെ, this fluid is a synovial fluid and this is the capsule and this is the bone. Okay, ഇത്രയും നമുക്ക് എന്തായാലും അറിയാം. Now we need to study some more extra detail. Okay, അപ്പോൾ it processes a cavity that is known as articular cavity, joint cavity, synovial cavity അറിയാം. Articular end of the bones. Okay, ഇത്രയാണ് നമുക്ക് അറിയുന്ന ബേസിക് ഡയഗ്രാം. സോ വി വിൽ ആഡ് മോർ. നമ്മളൊരു വലിയ ഡയഗ്രാമായിട്ട് വൃത്തിക്ക് പഠിക്കും. സോ ദിസ് ഇസ് എ ബോൺ, ദിസ് ഇസ് അനദർ ബോൺ. ഓക്കെ, ദ ബോണിൻ്റെ എൻഡിൽ നമ്മൾ മറ്റേ പഠിച്ച ഓർമ്മയുണ്ടോ? bone and if it is fibrous, okay, like this, if it is fibrous connective tissue, പിന്നെ ഉള്ളത് എന്താ? ബോൺ. ഞാൻ പറഞ്ഞ സാധനത്തിന് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്, ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ റീകോൾ. ഓക്കെ, വീണ്ടും കേട്ടിട്ട് അതൊന്ന് മെമ്മറിയിൽ ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പഴയ സാധനം വീണ്ടും എടുത്തിട്ടുള്ളത്. ബോണ് ആൻഡ് ഇവിടെ നമുക്കൊരു ഹൈലിംഗ് കാർട്ടിലേജ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഇവിടെ നമുക്ക് ബോൺ വരച്ചു. ആൻഡ് ഇവിടെ ഇഫ് ഇറ്റ് ഈസ് ഹൈലിൻ കാർട്ടിലേജ്, നമുക്ക് അടുത്ത ചിത്രത്തിൽ ബോണ് ആൻഡ് വി ഹാവ് ദിസ് ഹൈലിൻ ഇവിടെ
and അതിൻ്റെ ഉള്ളിൽ we have this fibrocartilage. Okay, so we know this. ഇതാണ് ഇത് ഫസ്റ്റ് വൺ ഏതാ ഫൈബ്രസ് ജോയിൻറ്റ്. ഇതെന്താ ഹൈലി മാത്രമുള്ളത് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഹൈലിനും ഫൈബ്രോ കാർട്ടിലേജും ഉള്ളത് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഓക്കെ ഓക്കെ ഇതാണ് ആ സംഭവം. ഇപ്പം നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം. ബോണ് ഹൈലിൻ കാർട്ടിലേജ്, നടുവിൽ ഫൈബ്രസ്. കാരണം ഓൾറെഡി നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൃത്തിയില്ലാണ്ട് വരച്ചത്. ബോണ് ഹൈലിൻ കാർട്ടിലേജ്, പിന്നെ നടുവിൽ ഫൈബ്രസ് മറ്റേ ഫൈബ്രോ കാർട്ടിലേജ് ആണെങ്കിൽ അതെന്താ സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഓക്കെ, അതാണ് നമ്മളിവിടെ സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റിൽ വിച്ച് യു ഹാവ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. ബോണ് ഹൈലിൻ കാർട്ടിലേജ്, നടുവിൽ ഫൈബ്രോ കാർട്ടിലേജ്. ഓക്കെ ആണല്ലോ. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ബോണ് ഹൈലിൻ കാർട്ടിലേജ് ഫൈബ്രോ കാർട്ടിലേജ്. ഓക്കെ, ഇത് സെറ്റ് ആക്കണേ. ബോണ് ഹൈലിൻ കാർട്ടിലേജ്, നടുവിൽ ഫൈബ്രോ കാർട്ടിലേജ്. നൗ കം ബാക്ക്. സോ നമുക്ക് അതിന് പകരം വി ക്യാൻ ഹാവ് ഇറ്റ് ആസ് ബോൺ. സോ ഇതെന്തായിരിക്കും ഹൈലിൻ കാർട്ടിലേജ്, ഇതെന്തായിരിക്കും ഹൈലിൻ കാർട്ടിലേജ്. അതിൻ്റെ ഉള്ളിൽ ഫൈബ്രോ കാർട്ടിലേജ് ആണെങ്കിൽ അത് ഫൈബ്രസ് ജോയിൻ്റ് ആയി. ഹൈലിൻ കാർട്ടിലേജ് ഫൈബ്രോ കാർട്ടിലേജ് ആണെങ്കിൽ സെക്കൻഡറി കാർട്ടിലേജസ് ജോയിൻ്റ് ആയി. ഇനി മറ്റേ ഫൈബ്രോ കാർട്ടിലേജ് ഒന്നുമില്ല, ജസ്റ്റ് ഹൈലിൻ മാത്രമാണെങ്കിൽ അത് പ്രൈമറി കാർട്ടിലേജസ് ജോയിൻ്റ് ആയി. വാട്ട് ഇഫ് ഹിയർ വി ഹാവ് എ ഫ്ലൂയിഡ്? അതെന്താ ഫ്ലൂയിഡ് വന്നാൽ സൈനോവിയൽ ജോയിൻറ്റ്. ഓക്കെ, സോ ഐ ഹാവ് ടു ഡ്രോ ദിസ് ഹൈലിൻ കാർട്ടിലേജ് സംവെയർ. സോ ബോൺ and we draw this is the hyaline cartilage. Okay, hyaline cartilage. ഓക്കെ ആണല്ലോ, സെറ്റ് ആയല്ലോ. അപ്പോൾ ബോൺ വിത്ത് ഹൈലിൻ കാർട്ടിലേജ്, നടുവിൽ നമുക്ക് എന്താണുള്ളത്? വി ഹാവ് ദിസ് സൈനോവിയൽ ക്യാവിറ്റി. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. സി, ഇതല്ലാണ്ട് എനിക്ക് വരയ്ക്കാം. ഞാൻ ആ ഹൈലിൻ കാർട്ടിലേജും ആ സാധനം വരച്ചത്. സോ യു വിൽ കണക്ട് എല്ലാ ടൈപ്പ് ഓഫ് ജോയിൻറ്റും ഈ ഒരു ബേസിക് സ്ട്രക്ചറും. ഈ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് അത് ആകെ മനസ്സിലാക്കി കൂട്ടിക്കുമ്പോൾ അത് സ്ട്രക്ചർ വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എക്സ്ട്രാ മാർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് കണക്ട് ആക്കിയിട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ സൈനോവിയൽ ക്യാവിറ്റി ഇങ്ങനെ വെച്ചാൽ അത് അവിടെ നിൽക്കൂല. കാരണം എന്താ ഉദാഹരണത്തിന് ഇതിൻ്റെ അപ്ലൈഡ് ഇറ്റ് ഹാസ് എൻ അപ്ലൈഡ് ചളി. ഓക്കെ, ഐ വിൽ ടെൽ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ, എന്തോ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഒരു കീ ഇങ്ങനെ വരച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ കീ ഓപ്പൺ ആക്കി, കീ ക്ലോസും ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്റ്റ് ആ ഫിസിക്സ് എനിക്ക് ഓർമ്മ കിട്ടില്ല. ഈ കീ ക്ലോസ് ആക്കി, അപ്പോൾ കീ ഓപ്പൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ വിടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്കിത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഐ ഫോർഗോട്ട് ടു ഡ്രോ ദ സർക്യൂട്ട്. അപ്പോൾ ഇതിനൊരു കീ വരയ്ക്കല്ലോ നമ്മൾ ഫിസിക്സ് ആ സർക്യൂട്ടിൽ. അപ്പോൾ ഈ കീ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തോ തൊടാണ്ടാണല്ലോ വരയ്ക്കുക. കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും തൊടൂലാന്ന് എനിക്കറിയാം. അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറയുമ്പോൾ കോമഡി ആയിട്ട് അപ്പോൾ ഈ വള്ളി താഴോട്ട് വെക്കുന്നുള്ള ചളി ഉണ്ടല്ലോ, മനസ്സിലായോ? വെച്ചാൽ ഇതിനോട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ കണക്ഷൻ അല്ലെങ്കിൽ വള്ളി താഴോട്ട് വെക്കുന്നു. അതുപോലെ ഒരു ചളിയാണ് ഇവിടെ. ഈ സൈനോവിയൽ ക്യാവിറ്റി ഇങ്ങനെ ആക്കുന്ന സമയത്ത് സൈനോവിയൽ ക്യാവിറ്റി കൊണ്ട് താഴോട്ട് ഒളിച്ചു വരില്ല. കാരണം എന്താ, അവിടെ ഒരു കവർ ചെയ്യാൻ ക്യാപ്സ്യൂൾ ഉണ്ട്. ഓക്കെ, എന്താ കോമഡി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. കോമഡി ആയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമുക്കിവിടെ ഒരു ലെറ്റ്സ് ഡ്രോ എ ക്യാപ്സ്യൂൾ. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പോൾ ബോൺ വരച്ചു, ഹൈലിൻ കാർട്ടിലേജ് വരച്ചു, ക്യാപ്സ്യൂൾ വരച്ചു, സൈനോവിയൽ ഫ്ലൂയിഡ് വരച്ചു. ദിസ് ഇസ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ ആണല്ലോ, അത്രയും സെറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്യാപ്സ്യൂളിൽ ആരായി ഫ്ലൂയിഡ് ഉണ്ടാക്കുക? നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നൊന്നുമല്ലല്ലോ. ആരായി ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്? ഈ ആൻസർ ഈസ് ക്യാപ്സ്യൂൾ. നോ, അതിന് നമുക്ക് സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിൻ എവിടെ എന്ന് വെച്ചാൽ ലെറ്റ് us draw that. സൈനോവിയൽ മെംബ്രെയിൻ ഈസ് ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ. ഇതാണ് എന്തുണ്ടാക്കുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പച്ച സാധനമാണ് സൈനോവിയൽ മെംബ്രെയിൻ. ഓക്കെ, വെരി സിമ്പിൾ. ബോണ് ഹൈലിൻ കാർട്ടിലേജ്, സൈനോവിയൽ മെംബ്രെയിൻ, ക്യാപ്സ്യൂള്, സൈനോവിയൽ ഫ്ലൂയിഡ്. The only thing to remember is സൈനോവിയൽ മെംബ്രെയിൻ എന്തിനെ കവർ ചെയ്യുന്നില്ല? ആർട്ടിക്കുലാർ കാർട്ടിലേജിനെ കവർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ പച്ച ഇങ്ങനെ വരച്ചിട്ടില്ല ഇങ്ങനെ വരച്ചാൽ അത് തെറ്റാം. അതിന് പകരം ഞാൻ എങ്ങനെയാണ് വരച്ചത്? അതിന് പകരം ഇങ്ങനെയാണ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സൈനോവിയൽ മെംബ്രെയിൻ വോണ്ട് കവർ ദ ആർട്ടിക്കുലാർ കാർട്ടിലേജ്. ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഈ ഹൈലിൻ കാർട്ടിലേജ് ആണല്ലോ ഇവിടെ ഈ ആർട്ടിക്കുലാർ എൻഡ് ഓഫ് ദ ലോങ് ബോണിലുള്ളത്, ഈ സൈനോവിയൽ ജോയിന്റ് ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ,
സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ദ ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഇതെല്ലാം നിങ്ങൾക്കറിയാം. എക്സ്ട്രാ പോയിന്റ് ആസ് എൻ MBBS സ്റ്റുഡൻറ്റ് ഈസ് synovial membrane doesn't cover the articular cartilage. ഓക്കെ, ഖത്തം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വായിച്ചു നോക്കാം. പോസ്റ്റോസൈൽ കാവിറ്റി, ആർട്ടിക്കുലർ കാവിറ്റി, ജോയിന്റ് കാവിറ്റി, സൈനോവിയൽ കാവിറ്റി അറിയാം. അടുത്ത എന്താ ഉള്ളത്? അടുത്തത് ആർട്ടിക്കുലർ എൻഡ് ഓഫ് ദ ബോൺസ് ഫോമിംഗ് ദ ജോയിൻസ് ആർ എൻക്ലോസ്ഡ് ഇൻ എ ഫൈബ്രസ് ക്യാപ്സ്യൂൾ. ഞാൻ പറഞ്ഞു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് സംഭവം ഉള്ളത്. അതെ, കാവിറ്റീസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. അതെ, സൈനോവിയൽ ഫ്ലൂയിഡ് മോസ്റ്റ് ഇവോൾവ് ആണ്. കാരണം മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇവോൾവ് ആണ്, അതുകൊണ്ട് തന്നെ മൊബൈലാണ്, ഫ്രീലി മൂവബിൾ, ഓൾസോ നോൺ ആസ് ഡൈ ആർത്രഡ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ടൈപ്പ് ഓഫ് ജോയിൻറ്റിൽ ആംഫി ഡൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ മാക്സിമം മൂവ്മെൻറ്റ് അലോ ചെയ്യുന്നു. ഓക്കെ, സോ യു വിൽ റൈറ്റ് സൈനോവിയൽ ജോയിൻറ്റ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. യു ഹാവ് ടു ഡ്രോ ദ ഡയഗ്രാം ആൻഡ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ സാധനം. ഡയഗ്രാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയുള്ള ഡയഗ്രാം നോക്കിയാലോ. സി ഹൗ ബ്യൂട്ടിഫുൾ ഡയഗ്രാം. ബോൺ അറിയാം, കോൺകേവ് ആർട്ടിക്കുലർ സർഫേസ് എന്ന് എഴുതിയാൽ മതി. We have an articular cartilage. We know something more, that is made up of hyaline cartilage. എല്ലാ സ്ഥലത്തും ഹൈലൈൻ അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ പ്ലേസ് ഹൈലൈൻ കാർട്ടിലേജ്. ആർട്ടിക്കുലർ കാർട്ടിലേജ് എഴുതി. നമ്മളിവിടെ ജോയിൻറ്റ് കാവിറ്റി ഫിൽഡ് വിത്ത് ദ സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്ക് മനസ്സിലായി. ഔട്ട്സൈഡ് വി ഹാവ് എൻ ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പച്ച കളർ. സി ലുക്ക് ഡീപ്പ് ഇൻ ടു ദ ഇമേജ്, യു ക്യാൻ ഫൈൻഡ് ദ സൈനോവിയൽ മെംബ്രെയിൻ ആൻഡ് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ദ സൈനോവിയൽ മെംബ്രെയിൻ ഈസ് നോട്ട് കവറിംഗ് ദ ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഓക്കെ, മനസ്സിലായി? ഈ ചോപ്പ് ഇവിടെ വരേ ഉള്ളൂ. ഇവരിങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാൻ മടിയായതുകൊണ്ട് വരയ്ക്കാത്തതല്ല, അവിടെ ഇല്ല എന്ന് എഴുതുന്നതിൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇല്ല എന്ന് എഴുതുന്നതിൽ പോയിന്റ് ഉണ്ട്. അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, സെറ്റ്. അപ്പം ഇത് വീണ്ടും ലൈക്ക് ഐ ജസ്റ്റ് മെയ്ഡ് ഇറ്റ് ഇലാബറേറ്റ് സോ ദാറ്റ് എന്നെ നോക്കി എക്സാമിന് എഴുതാൻ വേണ്ടി. ആർട്ടിക്കുലർ സർഫേസ് ആർ കവേർഡ് ബൈ തിൻ പ്ലേറ്റ് ഓഫ് ഹൈലൈൻ കാർട്ടിലേജ്. നമ്മൾ പഠിച്ചു. ദ ജോയിന്റ് കാവിറ്റീസ് എൻവെൽഡ് ബൈ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് എൻ ഔട്ടർ ഫൈബ്രസ് ആൻഡ് ഇന്നർ സൈനോവിയൽ മെംബ്രെയിൻ. പറഞ്ഞല്ലോ, ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, അതിൻ്റെ ഔട്ട്സൈഡ് ഫൈബ്രസും ഇന്നർ ആണ് സൈനോവിയൽ മെംബ്രെയിൻ. ഇന്നർ സൈനോവിയൽ മെംബ്രെയിൻ ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദ കാവിറ്റി ഓഫ് ദ ജോയിന്റ് ഈസ് ലൈൻഡ് ബൈ സൈനോവിയൽ മെംബ്രെയിൻ എക്സെപ്റ്റ് ഓവർ ദ ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഓക്കെ, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കും, അത് ലൂബ്രിക്കേഷൻ ആണ്. സംടൈംസ് അതിൻ്റെ ഉള്ളിൽ ചിലപ്പം കുറച്ച് ലിഗമെൻറ്റ് വരാം, കുറച്ച് ആർട്ടിക്കുലർ ഡിസ്ക് വരാം, മെനിസ്കസ് വരാം, പിന്നെ ഫാറ്റ് പാഡ് വരാം, ടെൻഡൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദാറ്റ് ലേറ്റർ. ഓക്കെ, അപ്പം ബോണ് പറഞ്ഞു. ഇത് ഐ തിങ്ക് ഹോപ്പ് ദിസ് ഡയഗ്രാം ഇസ് ക്ലിയർ. ബോണ്, സൈനോവിയൽ മെംബ്രെയിൻ, ഈ ചാനൽ. ഇതിനേക്കാളും നല്ലത് ഇറ്റ്സ് ബെറ്റർ വി ഡ്രോ ദിസ് ഡയഗ്രാം. നമ്മൾ ഈ ഡയഗ്രാമാണ് നമ്മൾ എക്സാമിന് വരയ്ക്കുക. അപ്പോൾ അത്രയും സെറ്റാണ്. ആസ് എൻ MBBS ദ എക്സ്ട്രാ പോയിന്റ് ഇസ് സൈനോവിയൽ മെംബ്രെയിൻ ലൈസ് എവരിവെയർ എക്സെപ്റ്റ് ദ ആർട്ടിക്കുലർ കാർട്ടിലേജ്. അത്രയേ ഉള്ളൂ. ഓക്കെ, കോമ്പോണൻസ്. ആൻഡ് ലൈക്ക് ഇതെന്തിനും പറഞ്ഞ സാധനം തന്നെ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ സൈനോവിയൽ ജോയിൻ്റ് ഒന്നും 8 മാർക്കിന് എഴുതാനില്ല അവൻ്റെ. അപ്പോൾ ഇങ്ങനെ ചിത്രം കൊണ്ട് വാരി വലിച്ച് ലൈക്ക് വിൽ ഫിക്സ് എ ടൈം ഫോർ ദർ ആൻസർ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതും. വിൽ മേക്ക് ദ ഹെഡിങ്, വിൽ പ്ലാൻ ഹൗ ടു റൈറ്റ് ഏതൊക്കെ ഹെഡിങ്ങിന് താഴെ, എന്നിട്ട് അങ്ങോട്ട് വാരി വലിച്ച് എഴുതിക്കോളാം. അതിൽ കമ്പോണൻ്റ് ഒക്കെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. ഫൈബ്രസ് ക്യാപ്സ്യൂൾ നമ്മൾ മനസ്സിലെന്താണ്? പുറത്തുള്ള ആ സാധനം, പുറത്തുള്ള ആ ഒരു ക്യാപ്സ്യൂളാണ്. ഔട്ടർ ഫൈബ്രസ്, ഇന്നർ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. സ്റ്റെബിലൈസ് ദ ജോയിൻ്റ് ആണ്, പെർമിറ്റ്സ് ദ മൂവ്മെൻറ്റ്, ബട്ട് എല്ലാ ജോയിൻറ്റ് വിൽ ഹാവ് എ ക്യാപ്സ്യൂൾ. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ പെർമിറ്റ് ദ മൂവ്മെൻറ്റ് ബട്ട് ഡിസ്ലൊക്കേഷൻ റെസിസ്റ്റ് ചെയ്യും. ബ്രിങ്സ് ജോയിൻറ്റ് ഇൻ പൊസിഷൻ ഓഫ് മാക്സിമം കംഫർട്ട് പ്രൊട്ടക്ട്. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ലൈക്ക് എന്താ പറയുക, ഇതുണ്ടല്ലോ ഈ ലൈക്ക് നമ്മളെ പ്രൊട്ടക്ഷൻ വെക്കുന്ന ഡോഗ് പോലെ അതിൻ്റെ മാക്സിമം കംഫർട്ട് എന്താ മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്ന ആ പൊസിഷനിലാണ് സംഭവം. ഒന്നും ആവശ്യമില്ല മക്കളെ. ലിഗമെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ പറയുന്നത് സൈനോവിയൽ ജോയിൻറ്റിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവാം, അതിലെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? ക്യാപ്സ്യൂൾ ഫൈബ്രസ് ക്യാപ്സ്യൂൾ പറഞ്ഞു. ലിഗമെന്റ് എന്തൊക്കെയാണ്? ട്രൂ ലിഗമെന്റ് വരാം, അക്സസറി ലിഗമെന്റ്. ട്രൂ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ദിൽ പെർമിറ്റ് മൂവ്മെന്റ് ഇൻ വൺ പ്ലേ. അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലിഗമെന്റ്സ് ഉണ്ടാവും. അക്സസറി ലിഗമെന്റ് അഡീഷണൽ മൂവ്മെന്റ്സിന് ലിഗമെന്റ്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ. സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ദ ക്യാപ്സ്യൂൾ ഈസ് ലൈൻഡ് ഇൻസൈഡ് ബൈ സൈനോവിയൽ മെംബ്രെയിൻ. അത് ഫ്ലൂയിഡ് സെക്രറ്റ് ചെയ്യും, ഫ്ലൂയിഡ് ലൂബ്രിക്കേഷൻ ആണ്. പിന്നെ മെംബ്രെയിൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എക്സെപ്റ്റ് ഓവർ ദ ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഓക്കെ, produces synovial fluid, lubricate the joint surface, providing viscosity and lubrication better than ഹക്കപ്പോട്ടെ. ഇത് എഴുതിക്കോളാം. ഡയാലിസേറ്റ് ഓഫ് പ്ലാസ്മ ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഇപ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ പ്ലാസ്മ ഒരു ഫിൽറ്റർ ചെയ്തിട്ട് പ്ലാസ്മയിലുള്ള കുറേ കുഞ്ഞു സാധനങ്ങളും ഹൈലറോണിക് ആസിഡും ആണ് അതിലുള്ള കോമ്പോസിഷൻ എന്ന് എഴുതാം. ദിസ് ഇസ് എ പോയിന്റ്. ഓക്കെ, അങ്ങനെ കുറച്ച് പോയിന്റുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി തള്ളുന്നതിൻ്റെ കൂടെ ഈ പോയിന്റ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എക്സ്ട്രാ മാർക്ക് ബിക്കോസ് ഫാക്കൽറ്റി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് സ്റ്റുഡൻറ് നോസ് ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ അത് സെറ്റാണല്ലോ. ആർട്ടിക്കുലർ കാർട്ടിലേജ് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധനം ഹൈലിൻ കാർട്ടിലേജ് ആവാം, മോസ്റ്റ് പ്രോബബ്ലി ഹൈലിൻ കാർട്ടിലേജ്. They produce a smooth friction free movement, resist the compression forces. കാരണം ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൽ തന്നെ
ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ വിയർ ആൻഡ് ടിയർ ഒക്കെയാണ് നമ്മൾ ഈ ഓസ്റ്റോ ആർത്രൈറ്റിസ് സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പ്രോട്ടിയോഗ്ലൈക്കൻ ഹൈലറൂണിക് ആസിഡ് ഉണ്ട് ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൽ, ഹൈലിൻ കാർട്ടിലേജൊക്കെ. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറയുമ്പോൾ അത് ആ കാർട്ടിലേജിന് വെള്ളമൊക്കെ പിടിച്ച് ഒരു കംപ്രസീവ് എഫക്റ്റ് കൊടുത്ത് ഈ ഒരു കംപ്രഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റെഡ്യൂസസ് കോയിഫിഷ്യൻ, മറ്റേ റെസിസ്റ്റ് കംപ്രഷൻ ഫോഴ്സ് ഒക്കെ ഈ ഹൈലറൂണിക് ആസിഡും പ്രോട്ടിയോഗ്ലൈക്കനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് ഒരു പോയിന്റ് ആക്കി എഴുതാം. ദാറ്റ് ഈസ് ദ ആർട്ടിക്കുലർ കാർട്ടിലേജ്, മോസ്റ്റ്ലി ഹൈലിൻ കാർട്ടിലേജ്, ആസ് ദ പ്രോട്ടിയോഗ്ലൈക്കൻ ഹൈലറൂണിക് ആസിഡ് ഇൻസൈഡ് ദാറ്റ്. അതിന് വാട്ടർ റീറ്റെയിനിങ് പ്രോപ്പർട്ടി ആയിട്ട് അതിനൊരു കട്ടിൽ നിന്നിട്ട് അതിനെന്ത് ചെയ്യാം, ഈ രണ്ട് ബോൺ തമ്മിലുള്ള കംപ്രസീവ് ഫോഴ്സസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അതും സെറ്റാണല്ലോ, അതും സെറ്റാണ്. ഇനി അപ്പം നമ്മൾ ലൈക്ക് വി ഹാവ് ടു റൈറ്റ് ദ കോമ്പോണൻസ്. ഓക്കെ, നമ്മളത് കോമ്പോണൻസ് എഴുതണം. കാരണം സൈനോവൽ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ആർ നോട്ട് ജസ്റ്റ് ആസ്കിങ് ദ ടൈപ്സ് ആൻഡ് എക്സാമ്പിൾ, യു ആർ സപ്പോസ് ടു എക്സ്പ്ലെയിൻ ദിസ്. അതാണ് ഞാൻ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടാണ് സ്ലൈഡ് ഇട്ടത്. സൈനോവൽ മെമ്പർ, അപ്പം സൈനോവൽ മെമ്പറിൻ പറഞ്ഞു, മറ്റേ ഔട്ട്സൈഡ് ക്യാപ്സ്യൂൾ പറഞ്ഞു, ലിഗമെന്റ്സ് ഉണ്ടാവാമെന്ന് പറഞ്ഞു, ആർട്ടിക്കുലർ കാർട്ടിലേജ് പറഞ്ഞു. ഇനി ആർട്ടിക്കുലർ ഡിസ്കലി മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ സംഭവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എക്സ്ട്രാ കാർട്ടിലേജ് ആണ് നമ്മൾ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഡിസ്ക് അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്നത്. ഒരു ഫൈബ്രോ കാർട്ടിലേജ് ആണ് സാധാരണ ഉണ്ടാവുക. ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ ബൈ മെയിൻറ്റെയിൻ ദ ഇന്റർവെൽ ബിറ്റ്വീൻ ആർട്ടിക്കുലർ സർഫേസസ്. ഇറ്റ് വിൽ ഡിവൈഡ് ദ ജോയിന്റ് ക്യാവിറ്റി ഇൻറ്റു കമ്പാർട്ട്മെന്റ്. എക്സാമ്പിളും ഡയഗ്രം കാണിച്ചില്ല. ഇറ്റ് വിൽ ആക്ട് എസ് എ ലിഗമെന്റ് ടു മോഡിഫൈ സർട്ടൻ മൂവ്മെന്റ്സ്. ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് പിന്നെ ആ സാധനം ഉണ്ടെങ്കിൽ മറ്റേ ഈ എന്ന് വെച്ചാൽ സൈനോവൽ ക്യാവിറ്റിനുള്ളിൽ ഒരു എക്സ്ട്രാ ഒരു പാഡ് ഓഫ് കാർട്ടിലേജ് എന്തെങ്കിലും ആണ് ഈ ആർട്ടിക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്നത്. മെനിസ്കസ് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ജോയിന്റിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, ദീസ് വൈറ്റ് സാധനത്തിനാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയാം. ഏതിന്? ഈ ഒരു സാധനത്തിന് ലാറ്ററൽ മെനിസ്കസും മീഡിയൽ മെനിസ്കസ് ഒക്കെ ആയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് കാണാം മീഡിയൽ മെനിസ്കസ് ആൻഡ് ദർ ഈസ് ദിസ് ലാറ്ററൽ മെനിസ്കസ്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ്സിനും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റിക്കും എല്ലാത്തിനും സഹായിക്കുന്ന. വിൽ സ്റ്റഡി ഡീറ്റെയിൽ ഇൻ ഈച്ച് മെനിസ്കസ് ഇസ് എ ഷോർട്ട് നോട്ട്. വിൽ സ്റ്റഡി ഇൻ നീ ജോയിൻറ്റ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ലാറ്ററൽ മെനിസ്കസ്, മീഡിയൽ മെനിസ്കസ് മേഡപ്പ് ഓഫ് കാർട്ടിലേജ്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് നമ്മളെ ആർട്ടിക്കുലർ ഡിസ്ക്. ഇതെവിടെയുള്ളത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ടി എം ജോയിൻ്റ് ആണ് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ, ആർട്ടിക്കുലർ ഡിസ്കുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതും സെറ്റാണല്ലോ, അതും സെറ്റ്. അപ്പോൾ ആർട്ടിക്കുലർ ഡിസ്കർ മെനിസ്കസ് ക്യാൻ ബി പ്രസൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത നീ ജോയിൻറ്റിലുള്ള മെനിസ്കൈ, ടെമ്പറോ മാൻഡിബുലർ. ഈ നീ ജോയിൻറ്റും ടി എം ജോയിൻറ്റും ഒരുമിച്ചൊന്ന് ആലോചിച്ച് വെക്കാം. ഒരു എക്സാമ്പിൾ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളിൽ അപ്പോൾ ടി എം ജോയിൻറ്റിൽ ആർട്ടിക്കുലർ ഡിസ്ക് ഉണ്ട്, ഒരു കാർട്ടിലേജ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് അതിൻ്റെ മൂവ്മെൻറ്റ്സിനും അതിൻ്റെ മറ്റേ സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ലൂബ്രിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഡിവൈഡ്സ് ദ ജോയിൻറ്റ് ക്യാവിറ്റി, സെർട്ടൻ മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ ബൈ മെയിൻറ്റെയിനിങ് ഇൻ്റർവെൽ ബിറ്റ്വീൻ ആർട്ടിക്കുലർ സർഫേസസ്. കാരണം രണ്ട് ബോണിൻ്റെ ഇടയ്ക്ക് ഈ ഒരു എക്സ്ട്രാ സാധനം വരുമ്പോൾ ഡിസ്റ്റൻസ് കൂട്ടി ഈ രണ്ട് ബോൺ തമ്മിൽ വരച്ചൊന്നുമില്ലല്ലോ, ഒരു എക്സ്ട്രാ സപ്പോർട്ട് പോലെ. അതുപോലെ തന്നെ നമ്മുടെ നീ ജോയിൻറ്റിലും കോണ്ടൈലിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ മെനിസ്കസും കാര്യങ്ങളും വരുന്നത്. സ്റ്റഡി ദാറ്റ് ദർ. അപ്പോൾ മെനിസ്കൈ എന്ന് പറയുന്നതും ആർട്ടിക്കുലർ ഡിസ്കും സൈനോവൽ ജോയിൻ്റ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയത് ഇവിടെ. ബർസെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ബർസെ. ബർസെ എന്ന് പറയുന്ന സമയത്ത് യു ക്യാൻ സീ ലൈക്ക് ദിസ്. പെറ്റലിൻ്റെ മുകളിലായിട്ടുള്ള ഒരു ക്യാവിറ്റി, ഡീപ്പ് ഇൻഫ്രാ പെറ്റലാർ. പിന്നെ അതുപോലെ തന്നെ പൊപ്ലിറ്റലിൻ്റെ അവിടെ മസിൽസ് കാര്യങ്ങളായിട്ട് ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു മസിൽസ്. ഓക്കെ, അപ്പം നമ്മളെ ഈ ബർസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സുപ്രാപെറ്റലാർ ബർസ. ലൈക്ക് ബർസ അറൗണ്ട് ദ നീ ജോയിൻറ്റ് ഈസ് അനദർ ഷോർട്ട് നോട്ട് സ്റ്റഡി ദർ. അപ്പം ബർസ എന്താ എന്ന് പറയുന്നത് നമ്മളൊന്ന് ഇവിടെ വായിച്ചു വെക്കാം. ബർസ എന്ന് പറയുന്നത് കുഷൻ സെർട്ടൻ മസിൽസ് ആണ്. ഈ മസിൽസും ബോണും തമ്മിൽ, അല്ലെങ്കിൽ ലിഗമെൻ്റ് അല്ലെങ്കിൽ ടെൻഡനും ബോണും തമ്മിൽ ഒരു കുഷൻ എഫക്റ്റിന് വേണ്ടി ഉള്ള ഒരു സംഭവം. റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ഓഫ് വൺ സ്ട്രക്ചർ മൂവിങ് ഓവർ അനദർ. മസിൽ ബോൺ, ടെൻഡൻ ബോൺ, സ്കിൻ ബോൺ, ആ സാധനമൊക്കെ. ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ടെൻഡനലിംഗ് മസിൽസ് ഓവർ ബോൺ ഓർ ലിഗമെൻ്റ് സ്ട്രക്ചർ. സി ഹിയർ നമുക്ക് കാണാം. സുപ്രാപെറ്റലാർ ബർസ എന്ന് പറഞ്ഞാൽ ഈ മസിലിനെ ബോണിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്പേസ്, ഒരു ക്യാവിറ്റി. ഡീപ്പ് ഇൻഫ്രാപെറ്റലാർ കുറേ ബർസ അവിടെ ഉണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. മസിൽസിൻ്റെയും ബോണിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസ്, സോ ദാറ്റ് അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ബർസ. അപ്പോൾ അതും ഈ സൈനോവൽ ജോയിൻറ്റിൻ്റെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് വരും. പിന്നെയാണ് ഫാറ്റ് പാഡ്. വിൽ സീ ഹിയർ. ഫാറ്റ് പാഡ് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈനോവിയൽ മെംബ്രെയിനിൻ്റെയും ഈ ബോണിൻ്റെയും. സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, സൈനോവിയൽ മെംബ്രെയിനോ, അതെ, ഈ ക്യാപ്സ്യൂളിൻ്റെ ഔട്ടർ ഫൈബ്രസ് ഇന്നർ സൈനോവിയൽ മെംബ്രെയിൻ വിച്ച് ലൈസ് എവരിവെയർ എക്സെപ്റ്റ് ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളൊരു സൈനോവിയൽ മെംബ്രെയിനും ബോണും തമ്മിലുള്ള ഒരു സ്പേസിലുള്ള സംഭവമാണ് ഈ പാഡ് ഓഫ് ഫാറ്റ്.
എന്തിന് ലൂബ്രിക്കേഷനൊക്കെ വേണ്ടി. ലൈക്ക് നോ നീഡ് ടു സ്റ്റഡി ഇൻ ദിസ് ഡീറ്റെയിൽ, ബട്ട് ജസ്റ്റ് ലൈക്ക് കമ്പോണൻസ് എന്ന് എഴുതിയിട്ട് എവ്രി വൺ വിൽ റൈറ്റ് അബൌട്ട് ദിസ് ആർട്ടിക്കുലർ കാർട്ടിലേജ്. എല്ലാവരും ആർട്ടിക്കുലർ കാർട്ടിലേജിനെ പറ്റി എഴുതും, മറ്റേ ഫൈബ്രസ് ക്യാപ്സുലിനെ പറ്റി എഴുതും, മറ്റേ സൈനബിൾ മെംബ്രെയിൻ എഴുതും, സൈനബിൾ ഫ്ലൂയിഡ് എഴുതും. An average student will stop at synovial fluid. A topper will write about this method, the fat in the padum, bursayum, articular disc, menisci, പിന്നെ ligaments ഒക്കെ. See, that's the difference. ഏത് പൊട്ടനും സൈനോവൽ ജോയിന്റ് ചോദിച്ചാൽ 4 കമ്പൗണ്ട് വരും. ഇഫ് യു റൈറ്റ് ദ റെസ്റ്റ് ഫോർ ഫാക്കൽറ്റി വിൽ ബി വാവ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അങ്ങോട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. ഇങ്ങനെ കാര്യങ്ങൾ ആലോചിക്കുക. ഇയാൾ ക്ലാസ്സിൽ ഇയാൾ വേറെ കുറേ സാധനം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്താൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ. Now coming to the synovial joint, this is the diagram. ഞാൻ ഓൾറെഡി ഡയഗ്രാം വരയ്ക്കാനുള്ള ഡയഗ്രാം കാണിച്ചു. ഞാനൊരു മൈ കോമഡി ഡയഗ്രാം വരച്ചു തന്നു. ഏതെങ്കിലും ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാം. Now classification of synovial joint ആണ്. We have a lot of variety of synovial joint and they comes as an MCQ. I will give you the tip of how to remember everyone or else everything. Okay, അപ്പം ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്ലെയിൻ ഓഫ് മൂവ്മെന്റ് വെച്ചിട്ട് യൂണിയാക്സിൽ, ബൈആക്സിൽ, മൾട്ടി ആക്സിൽ ഉണ്ട്. സംടൈംസ് എ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ക്വസ്റ്റ്യൻ ക്യാൻ ബി ലൈക്ക് ക്ലാസിഫൈ സൈനോവൽ ജോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലൈക്ക് മറ്റേ ബേസ്ഡ് ഓൺ ദ ടൈപ്പ്, പൈവട്ട്, ഹിഞ്ച്, സാഡില്, എലിപ്സോയിഡ്, കോണ്ടൈലർ, ആ ടൈപ്പ്. അങ്ങനെ മാത്രമല്ലാണ്ട് ഇൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവറേജ് സ്റ്റുഡൻറ്റ്, ലൈക്ക് ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, വേറെ കാര്യം. ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാർ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈനോവൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ആലോചിക്കുള്ളൂ. ബട്ട് റിമെമ്പർ യു ഹാവ് അനദർ ക്ലാസിഫിക്കേഷൻ ലൈക്ക് ദിസ് യൂണിയാക്സിൽ, ബൈആക്സിൽ, മൾട്ടി ആക്സിൽ. വളരെ സിമ്പിൾ. യൂണിയാക്സിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ആക്സിസിൽ ഓൺലി വൺ പ്ലെയിൻ ഓഫ് ആക്സിസ് മൂവ്മെന്റ്. ബൈആക്സിൽ എന്ന് പറഞ്ഞാൽ ബൈ ആക്സിൽ 2. മൾട്ടി ആക്സിൽ എന്ന് പറഞ്ഞാൽ പല തുടക്കത്തിൽ പറഞ്ഞ ആംഫിഡൈ ആർത്രോസിസ് എന്ന് പറഞ്ഞ കുറേ സാധനത്തിന് ഇവിടെ ഇടുക. ഒരു പ്ലെയിനിൽ മാത്രം. ബൈ ആക്സിൽ എന്ന് പറഞ്ഞാൽ 2 പ്ലെയിനിൽ. മൾട്ടി ആക്സിൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 പ്ലെയിനിൽ പല മൂവ്മെൻറ്റും സഹായിക്കുന്ന ടൈപ്പ് ഓഫ് സൈനോവൽ ജോയിന്റ് ഉണ്ട്. വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ആഫ്റ്റർ ഈ പെട്ടി നമ്മൾ പഠിക്കും, എല്ലാം എക്സാമ്പിളും കഴിഞ്ഞിട്ട്. അപ്പം നമ്മളെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ടൈപ്സ്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ച സാധനമാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ആൻഡ് MCQ സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. പ്ലെയിൻ ജോയിൻറ്റിൻ്റെ പ്ലെയിൻ ആണ് ഫസ്റ്റ് വൺ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ പണ്ട് പഠിച്ച ഫൈബ്രസ് ജോയിൻറ്റും ആ ടൈപ്പൊക്കെ പോലെ. പ്ലെയിൻ ജോയിന്റ് തന്നെ കാര്യമായിട്ട് വലിയ മൂവ്മെൻ്റ് ഇല്ല. ദേ പ്രൊവൈഡ് എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൈഡിങ് ആണ്. പ്ലെയിൻ എഴുതുമ്പം നമ്മൾ ഈ പ്ലെയിൻ നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഉള്ള കീവേഡൊക്കെ അതിൽ ഹൈലൈറ്റ്. ഓക്കെ, പ്ലെയിൻ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഗ്ലൈഡിംഗ് എന്നാണ് എഴുതേണ്ടത്. ആൻഡ് എക്സാമ്പിൾ ഇന്റർ കാർപ്പൽ, ഇന്റർ ടാർസൽ, ഇന്റർ മെറ്റാ ടാർസൽ, ഇന്റർ മെറ്റാ കാർപ്പൽ. ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ലൈക്ക് ഇൻ ദറ്റ് ആൻസർ കീ ഐ നീഡ് ടു ഹാവ് ദിസ് 4, 5, 6 വേർഡ്സ്. ഓക്കെ, പ്ലെയിൻ ജോയിന്റ്, ദേ പെർമിറ്റ് ഗ്ലൈഡിംഗ് മൂവ്മെന്റ്, ഇതാണ് എക്സാമ്പിൾ. ഇത് മതി മാർക്കിട്ട്. ബാക്കി എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലർ സർഫേസ് ആണ് നിയർലി ഫ്ലാറ്റ്, അതുകൊണ്ടാണ് പ്ലെയിൻ ജോയിന്റ് ആവുന്നത്. സൈഡ് ടു സൈഡ്, ബാക്ക് ആൻഡ് ഫോർത്ത്, സ്ലൈറ്റ് റൊട്ടേഷൻ, കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഐ വിൽ ഹൈലൈറ്റ്. അതാണ് എക്സാമിന് വേണ്ടത്. ബാക്കി സാധനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇതാണ് മാത്രം. അപ്പോൾ പിന്നെ ഒരു എക്സാമ്പിൾ ആണ് സൈഗോഫേസൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ആർട്ടിക്കുലർ പ്രോസസ് ഓഫ് വെർട്ടിബ്ര. ഇതൊരു വെർട്ടിബ്ര, ഇതൊരു വെർട്ടിബ്ര. ഇതേതാ സ്പൈനസ് പ്രോസസ്സ്. ഇതിലുള്ളത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്. സുപ്പീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ് മേലോട്ടുള്ളത്, ഇത് ഇൻഫീരിയർ സുപ്പീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ്. ഇൻഫീരിയർ ആർട്ടിക്കുലർ ഫേസറ്റ്. ഇത് ട്രാൻസ്വേഴ്സ് പ്രോസസ്, ഇത് സ്പൈനസ് പ്രോസസ്. ലൈക്ക് യു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് വെർട്ടിബ്ര. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളാക്കി കോഡ് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഗൂഗിളിൽ തപ്പും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് പഠിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ ഫോം എഴുതാത്തത്. സ്പൈനസ് പ്രോസസ് എന്ന് പറയുന്നത് ഡൗട്ട് വരും. സ്പൈനസ് നമ്മളിങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ നട്ടല് ഈ മെലിഞ്ഞ ആൾക്കാർ, എസ്പെഷ്യലി ഇന്നെ പോലെയുള്ള ജിം ആൻഡ് ഹെൽത്തി ഫിറ്റ് ആൾക്കാരെ നിങ്ങൾ ബാക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ എല്ലിങ്ങനെ തൊടാം. അത് കാരണം നട്ടിലുള്ള ആൾക്കാർക്ക് എല്ല് തൊടാൻ കഴിയും. അപ്പോൾ അതിന് പറയുന്ന പേരാണ്, ലൈക്ക് ആ സാധനത്തിൻ്റെ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പൈനസ് പ്രോസസ്. ഓക്കെ, പിന്നെയുള്ള സാധനം ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്കുള്ള. പിന്നെ സുപ്പീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ്, ഇൻഫീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ്. ഒരു ഇൻഫീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ് വിൽ മീറ്റ് വിത്ത് ദ അല്ലെങ്കിൽ ഫോംസ് എ ജോയിന്റ് വിത്ത് ദ സുപ്പീരിയർ ആർട്ടിക്കുലർ ഫെസറ്റ് ഓഫ് ദ ഇൻഫീരിയർ വൺ. ആ ജോയിന്റ് എന്താ? പ്ലെയിൻ ജോയിന്റ് ആണ്. ഇഫ് യു റിമെമ്പർ അത്ര തന്നെ. അപ്പം ഇതാണ് എക്സാമ്പിൾ. ഇന്റർ കാർപ്പൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വ്രിസ്റ്റിൻ്റെ ഉള്ളിലുള്ള മൂവ്മെന്റ്, ഈ ഇന്റർ കാർപ്പൽ. ഇന്റർ ടാർസൽ, ഇന്റർ മെറ്റാടാർസൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ ബോണിൻ്റെ ഇടയ്ക്കുള്ള മൂവ്മെന്റ്. അവിടെ ഒന്നും കാര്യമായിട്ട് മൂവ്മെന്റ് ഇല്ല. ഗ്ലൈഡിങ്, പ്ലെയിൻ ടൈപ്പ് ഓഫ് സൈനോവിൽ ജോയിന്റ്. അടുത്തത് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുമ്പോൾ വീണത് എക്സാമ്പിൾ 1 അല്ലേ, എൽബോ ഒരു ഹിഞ്ച് ജോയിന്റ്. പിന്നെ എക്സാമ്പിൾ നീ ഹിഞ്ച് ജോയിന്റ് ആണോ, നമുക്ക് പഠിക്കാം. പിന്നെ നീ ഹിഞ്ചായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്. നീ മൂന്നാമത്തെ ആംഗിൾ. നാലാമത്തെ ഇന്റർ ഫാലഞ്ചൽ അല്ലേ. ദീസ് ആർ ഫാലഞ്ചസ് അല്ലേ, അതറിയാലോ മക്കളെ. കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫാലഞ്ചസ്. ഇന്റർ ഫാലഞ്ചിയൽ ജോയിന്റ്. ഇത് ഫാലഞ്ചസ് ആണെന്ന് അറിയാലോ അല്ലേ. കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫാലഞ്ചസ്. അപ്പോൾ ഈ ഇന്റർ ഫാലഞ്ചസ് 14 എണ്ണം.
ഇന്റർ ഫാലഞ്ചൽ ജോയിന്റ് ദ ഹിഞ്ചല്ലേ, ഇതിങ്ങനല്ലേ അതിൽ തുറക്കാൻ അടിക്കാൻ അങ്ങനെ ഒറ്റ മൂവ്മെന്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, അതും സെറ്റാണ്. നമുക്ക് ഇതിന്റെ എന്തൊക്കെ കീവേഡ് വേണ്ടത്? ഹിഞ്ച് ജോയിന്റ് വേണം, പെർമിറ്റ് ഓൺലി ഇൻ വൺ പ്ലെയിൻ, അറൗണ്ട് വൺ പ്ലെയിൻ നമുക്ക് അറിയാം. പിന്നെ മോസ്റ്റ് കോമൺ ടൈപ്പ് അത് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതിക്കൂടാ. ആൻഡ് ദിസ് എക്സാമ്പിൾ എൽബോ, ഇന്റർഫാലിഞ്ചൽ ആംഗിൾ, നീ ജോയിന്റിന്റെ കാര്യം പറഞ്ഞതാണ്. ഇതാണ് കീവേഡ് നമുക്ക് വേണ്ടത്. അപ്പം ഹിഞ്ച് എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് വിൽ പെർമിറ്റ് ഓൺലി മൂവ്മെന്റ് ഇൻ വൺ പ്ലെയിൻ അറൗണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഏതെങ്കിലും ഒരു ആക്സിസിൽ അറൗണ്ട് ആ ആക്സിസിൽ. കാരണം നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിൽ ഒരു പ്ലെയിൻ ഓഫ് ഒരു മൂവ്മെന്റ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഈ പോയിന്റ് ചെയ്താൽ ഇറ്റ് അലോസ് പെർമിറ്റ്സ് മൂവ്മെന്റ് ഓൺലി ഇൻ വൺ പ്ലെയിൻ, അത് മാത്രം മതി. പിന്നെ ഹിഞ്ച് ജോയിന്റ് മോസ്റ്റ് കോമൺ ആണ്. പിന്നെ ആർട്ടിക്കുലർ സർഫേസ് പുള്ളി ഷേപ്പ്, നമ്മളെ ട്രോക്ലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ എൽബോ പഠിക്കുന്ന സമയത്ത് നമ്മൾ അപ്പർ ലിമ്പിൽ പറയുന്നുണ്ട്. ഓരോ ഈ ഹ്യൂമറസും മറ്റെന്താ ഓരോ ബോണും അതിൻ്റെ എൻഡിലുള്ള സാധനങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി എൽബോ ജോയിൻ്റ് ആയിട്ട് ചോദിക്കുമെന്ന് അറിയില്ല, ബട്ട് ഇവിടെ ആ ഹ്യൂമറസിൻ്റെ എൻഡും അതുപോലെ തന്നെ പല്ലിനൊക്കെ എക്സാമിന് വരുന്ന സമയത്ത് ട്രോക്ലിയ എന്താ അങ്ങനെ കുറേ ചോദിക്കും. ട്രോക്ലിയ, ക്യാപിറ്റലും, കൊറോണോയിഡ്, ഒലിക്രനോൺ. സോ മേക്ക് ഷുവർ ഓഫ് ദീസ് ടേംസ്. ഓക്കെ, ഒലിക്രനോൺ പറയുന്ന റേഡിയൽ ഫോഴ്സാ, മറ്റേ ഒലിക്രനോൺ, കൊറോണോയിഡ്, ക്യാപിറ്റുലം, ട്രോക്ലിയ, ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കണം. ഇത് ഏതാ ഇവിടെ വരുന്നത്? കാരണം ഒലിക്രനോണാണ് ബാക്കിൽ വരുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, കൈ ഇങ്ങനെ മുട്ട് കുത്തി വീണ ഇവിടെ ചോര ഇങ്ങനെ ഒലിക്കും. ഒലിക്രനോൺ പോസ്റ്റീരിയർ, ബാക്കി സാധനം മുന്നിലാണെന്ന് ആലോചിക്കുക. സ്റ്റഡി ചെയ്താലും ഓക്കെ, അതാണ് ഹോംവർക്ക് ഇതിൻ്റെ. അപ്പം മൂവ്മെൻറ്റ്സ് ആർ പെർമിറ്റഡ് ഓൺലി ഇൻ വൺ പ്ലെയിൻ അറൗണ്ട്, അത് പറഞ്ഞു. ദിസ് ജോയിൻസ് ആർ സ്ട്രോങ് കൊളാറ്ററൽ ലിഗമെന്റ്. കൊളാറ്ററൽ ലിഗമെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ബാക്കി മൂവ്മെന്റ്സ് ഒന്നും ഇത് അലോ ചെയ്യാത്തത്. ആൻഡ് ഹിഞ്ച് ജോയിന്റ് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ്. എക്സാമ്പിൾ എൽബോ അറിയാം, ഇന്റർഫാലിഞ്ചിൽ പഠിച്ചു, ആംഗിളും പഠിച്ചു. നീ ജോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഒന്ന് മുട്ട് മടക്കി നോക്കിയാട്ടെ അതെന്താ നമുക്ക് വരുന്നത്? അത് ഹിഞ്ചായിട്ടല്ലേ വരുന്നത്, വൺ പ്ലെയിൻ അല്ലേ. പക്ഷേ മോഡിഫൈഡ് ഹിഞ്ചാ. ഇത് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഇത് ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ നീ ജോയിന്റ് ഈസ് എ ഡാഷ് എന്ന് ചോദിക്കുമ്പോൾ സൈനോവിയൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, മറ്റേ ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, മോഡിഫൈഡ് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ആൻസർ. മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് ആണ്. എന്തുകൊണ്ട്? കാരണം ഇറ്റ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ ഹിഞ്ച് ബിക്കോസ് ഇറ്റ് അണ്ടർഗോ സം ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഡ്യൂറിങ് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. ലോക്കിംഗ് അൺലോക്കിംഗ് മെക്കാനിസം ഉണ്ട് നീ ജോയിന്റിൽ പഠിക്കും. അപ്പം ജസ്റ്റ് നമ്മൾ കാണുന്ന പോലെ ഈ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മാത്രമല്ല, ചെറിയൊരു ഡിഗ്രി ഓഫ് റൊട്ടേഷൻ നടക്കുന്നത് ഈ ലോക്കിംഗ് അൺലോക്കിംഗ് മെക്കാനിസം, അൺലോക്കിംഗ് പോപ്പുലേറ്റേഴ്സ് ആണ്, അങ്ങനെ കുറേ സാധനം ഉണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് ആണ്. കാരണം ജസ്റ്റ് എന്തല്ല ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മാത്രമല്ല നീ ജോയിന്റ് നടക്കുന്നത്. അപ്പം ഉത്തരം ചോദിച്ചാൽ ദർ ഈസ് സം ഒരു അഡ്ജന്റ്, ഒരു എന്താ പറയുക, ഒരു കുറച്ച് റൊട്ടേഷൻ മൂവ്മെന്റും കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം പറയാം. അപ്പം അത് കോമ്പൗണ്ട് ജോയിന്റ് ആണ്. അത് 3 ടൈപ്പ് ഓഫ് ജോയിന്റ് ഉണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോണ്ടൈലാർ ജോയിന്റും പിന്നെ 1 സാഡിൽ ജോയിന്റും ഉണ്ട്. ഉദാഹരണത്തിന് നീ ജോയിന്റ് എന്ന് പറയുമ്പം ഫീമർ ആൻഡ് ടിബിയ. അപ്പം ലാറ്ററൽ അല്ലേ, ഫീമർ ആൻഡ് ടിബിയ. ഇതെങ്ങനെ ലാറ്ററൽ ആയത്? ഇത് ഫീമർ, ഇത് ടിബിയ, ഇത് ഫിബുല. ഇതെങ്ങനെ ലാറ്ററൽ ആയത്? ബിക്കോസ് ഫിബുല ലാറ്ററൽ ആണ്. ഫിബുല ലാറ്ററൽ, ഫിബുല എല്ലുള്ളത് ലാറ്ററൽ. ഇതൊക്കെ കൺഫ്യൂഷൻ വരും. ഫിബുല മീഡിയലാണോ ലാറ്ററൽ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഫിബുല എല്ലുണ്ട് ലാറ്ററൽ, ടിബിയ എല്ലും ഇല്ല എമ്മും ഇല്ല, അപ്പം നമുക്ക് അറിയില്ല. ഫിബുല എല്ലുണ്ട്, അത് ലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇത് ലാറ്ററൽ ടിബിയോ ഫെമറോ ടിബിയൽ ജോയിന്റ്, മീഡിയൽ ഫെമറോ ടിബിയൽ ജോയിന്റ്, അത് രണ്ടും കോണ്ടൈലാർ ആണ്. പിന്നീട് സാഡിൽ സാധനം വരുന്നുണ്ട്, പെറ്റലോ ഫെമറൽ ജോയിന്റ്. ഓക്കെ, സോ ഇതൊരു കോംപ്ലക്സ് ആണ് നീ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൈലാർ എന്ന് പറഞ്ഞാൽ ഇതിലും നീ ജോയിന്റ് എക്സാമ്പിൾ ആയിട്ട് വരും. കാരണം ഈ ലാറ്ററൽ ആൻഡ് മീഡിയൽ ഫെമറോ ടിബിയൽ സാധനം വെച്ചിട്ട്. അപ്പോൾ എക്സാമിന് ഇപ്പം MCQ ആയിട്ട് സിംഗിൾ ഓപ്ഷൻ നിങ്ങളോട് ചോദിക്കുകയാണ് നീ ജോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എന്തായാലും ഒരു മോഡിഫൈഡ് ഹിഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അല്ല ഹിഞ്ചും കോണ്ടൈലാറും ഒരുമിച്ച് ഉണ്ടാവില്ല, മോഡിഫൈഡ് ഹിഞ്ച് എന്നുണ്ടാവും. അതായിരിക്കും ഉത്തരം. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി പൈവോട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഇത് വെരി സിമ്പിൾ അല്ലേ. പ്ലെയിൻ ഇന്റർ ടാർസൽ, ഇന്റർ മെറ്റാ ടാർസൽ, ഇന്റർ കാർപ്പൽ, കൈ വെച്ച് വെച്ച് വെക്കുക. നമ്മളെ ഹിഞ്ച് നമ്മൾ പറഞ്ഞു. ഹിഞ്ചിലൊരു MBBS ലെവൽ ഓഫ് സാധനം നീ ജോയിന്റ് ഇസ് മോഡിഫൈഡ് ഹിഞ്ച് എന്നുള്ളത്. പൈവോട്ട് ജോയിന്റ്, പൈവോട്ട് എന്താ? പൈവോട്ട് എന്ന് പറഞ്ഞാൽ ഇത് പൈവോട്ട്, പിന്നെ പൈവോട്ട് എന്താ? പിന്നത്തെ പൈവോട്ട് എന്താ? ഈ ഒരു പൈവോട്ട് ഓക്കെ. അടുത്ത പൈവോട്ട് പറയലാണ് MBBS ടൈപ്പ്. അത് നിങ്ങൾക്ക് +2 പഠിച്ചതാ. കൈ തിരിക്കുന്ന സാധനം സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ പൈവോട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പൈവോട്ട് വേണം. ഇങ്ങനെ ആയിരിക്കും, ഒന്ന് റൗണ്ടും മറ്റേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും തിരിയുക. ദർ വിൽ ബി മറ്റേ റൗണ്ട് പ്രോസസ്സും പിന്നെ ഒരു സാധനത്തിനുള്ളിൽ കയറിയിട്ട് ഇങ്ങനെ തിരിയുന്ന പരിപാടിയാണ് ഉണ്ടാവുക. one surface of articular surface of one bone will be rounded, fit in the concavity of another bone, and the rounded partന് ചുറ്റും ലിഗമെന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അങ്ങനെ മാത്രം തിരിയുന്നത്. ലിമിറ്റഡ് റൊട്ടേഷൻ ആണ്.
either the rod will rotate in the osteoligamentous ring അല്ലെങ്കിൽ osteoligamentous ring will rotate. ഇതിങ്ങനെ കാണിക്കുക. ഇതാണ് എന്ത് നമ്മളെ പൈവറ്റ് ജോയിൻറ്റ്. വിൽ സീ ദ എക്സാമ്പിൾ. ഇവിടെ ഉള്ളത് സുപ്പീരിയർ റേഡിയോ അൽനാർ ജോയിൻറ്റ്. സോ ദ കീവേഡ്സ് ഈസ് ഇതൊന്നുമല്ല. കീവേഡ് എന്ന് പറയുന്നത് പൈവറ്റ് ജോയിൻറ്റിൽ ഒന്ന് റൗണ്ടഡ് ആണ്, മറ്റൊരു ക്യാവിറ്റിയിലേക്ക് കയറി നിൽക്കുന്നത്. ലിഗമെൻ്റ് റിംഗ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇതാണ് എക്സാം. സുപ്പീരിയർ റേഡിയോ അൽനാർ ആൻഡ് മീഡിയൻ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ്. അത് പറഞ്ഞില്ല. സുപ്പീരിയർ റേഡിയോ അൽനാർ എന്ന് പറയുമ്പോൾ ഇവിടെ. ഓക്കെ, ഇതിൽ ഏതാ റേഡിയസ് നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഏതാ റേഡിയസ് എന്നാണ് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. അല്ലാണ്ട് എങ്ങനെ പറയാൻ കഴിയുക? തമ്പ് ഉണ്ടെങ്കിൽ തമ്പ് കറസ്പോണ്ടിങ് ടു റേഡിയസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പം ട്രോക്ലിയ ഈ ട്രോക്ലിയാണ് ഞാൻ നിങ്ങളോട് പഠിച്ചു തരാൻ പറഞ്ഞത്. ട്രോക്ലിയ ക്യാപിറ്റലൊക്കെ പഠിക്കണം. അപ്പോൾ ട്രോക്ലിയർ നോച്ച് അതാണ് ഇവിടെ റേഡിയസ്. ആനുലാർ ലിഗമെൻ്റ് ഉള്ളത് റേഡിയസിന്. അപ്പോൾ ഹ്യൂമറസ്. അപ്പോൾ ഈ സുപ്പീരിയർ റേഡിയോ അൽനാർ സാധനം അവിടെ ഉണ്ടാവും. ഈ റൗണ്ടഡ് ഓഫ് റേഡിയസ് ഫിറ്റിംഗ് ഇൻ ടു ദ കൺകവിറ്റി ഓഫ് അൽനാർ അങ്ങനെ തിരിയും. ആ തിരിയുന്നതാണ് ആ പൈവറ്റ് ജോയിൻ്റ് ഉണ്ട്. പിന്നെയാണ് അറ്റ്ലസ് ആൻഡ് ആക്സിസ് എന്ത് നമ്മളെ പൈവറ്റ് ജോയിൻറ്റ്, മെയിൻ പൈവറ്റ് ജോയിൻറ്റ്. ഇപ്പം C1 ഈസ് അറ്റ്ലസ് ആണോ ആക്സിസ് ആണോ? പറ. C1 അറ്റ്ലസ് ആണോ ആക്സിസ് ആണോ? കമോൺ അറ്റ്ലസ് ഓർ ആക്സിസ്? C1 ഈസ് അറ്റ്ലസ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ ആലോചിച്ച് വെക്കാന്ന് പറഞ്ഞാൽ, ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബാങ്ക് മാത്രമാണ്. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബിൻ്റെ നമ്മൾ അറ്റ്ലസ് എന്ന് പറയില്ലേ, നമ്മൾ ബുക്ക് ഓഫ് മാപ്പ് ഈസ് കോൾഡ് അറ്റ്ലസ് എന്ന് ജോഗ്രഫി പഠിച്ച ഓർമ്മല്ലേ? അപ്പം ഒരു ബാങ്ക് ആണോ ഒരു ഗ്ലോബ് ആണോ? ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ലോകമാണോ വലുത്? കാരണം മറന്നു പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, മറന്നു പോവും. അറ്റ്ലസ് ആക്സിസും എന്താന്ന് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ ഒരു ഗ്ലോബ് എന്ന് പറയുമ്പോൾ ലോകത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്നു. ഒരു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ബാങ്ക് മാത്രം എനിക്ക് ഓർമ്മ. ആക്സിസ് വേറെ എനിക്ക് കാര്യമായിട്ട്. പിന്നെ ഒരു ആക്സിസ് എന്ന് പറയുമ്പോൾ മറ്റേ സാധനം ആക്സിസ് എന്ന് പറയുമല്ലോ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നൊക്കെ. ബട്ട് അറ്റ്ലസ് ഈസ് ഹോൾ വേൾഡ്. അപ്പം അറ്റ്ലസ് ഈസ് C1 ഫസ്റ്റ് റാങ്ക്. ഓക്കെ, പൊട്ടനാണോ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും. മറന്നു പോകുന്ന സമയത്ത് ഹാസിൻക ദൈവം എന്ന് പറയും. ഓക്കെ, മറക്കും. അതുകൊണ്ടാണ്. അപ്പോൾ C1 ഈസ് പറ അറ്റ്ലസോ ആക്സിസോ? അറ്റ്ലസ്, ലോകം, ഭൂമി. ഓക്കെ, അപ്പോൾ അറ്റ്ലസ് റൗണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ആക്സിസ്. ഇതൊക്കെ ഈ നീറ്റ് പി ജിക്ക് എങ്ങാനും ചോദിക്കണം, അങ്ങനെ കോമഡി ക്വസ്റ്റ്യൻ. അപ്പം റാങ്ക് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി വരും. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ സാധനം. ഓക്കെ, ദർ ഈസ് എ ഡെൻസ് ഓഫ് ആക്സിസ്. ആ പ്രൊജക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് തിരിയുന്നത്. ഓക്കെ, ഈ ആക്സിസ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അറ്റ്ലസിന് ചുറ്റും തിരിയും. അതാണ് കണ്ടോ ഈ മൂവ്മെൻറ്റ്. ഇതെന്ത് മൂവ്മെൻറ്റാ? നോ മൂവ്മെൻറ്റ്. ഓക്കെ, നോ അല്ലേ? നോ പറയൽ ഇങ്ങനല്ലേ? ഞാനില്ല, നോ, ഞാൻ തരൂല. ഓക്കെ, ഇതാണ് നോ മൂവ്മെൻറ്റ്. ഓക്കെ, അതും ഓക്കെ. ഇനിയുള്ളതാണ് ഒരു സുഖമില്ലാത്തൊരു ജോയിൻ്റാണ് കോണ്ടില. രണ്ട് വൃത്തികെട്ട ജോയിൻ്റ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പഠിക്കാം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഹിഞ്ച് എഴുതാം. ഇതൊക്കെ നമ്മൾ എന്തൊക്കെ പൈവോട്ട് നമുക്ക് എഴുതും, നമ്മളെ ഹിഞ്ച് നമ്മൾ എഴുതും. പിന്നെ നമ്മൾ എന്ത് ചെയ്തും, നമ്മളെ പ്ലെയിൻ നമ്മൾ എഴുതും, ഹിഞ്ച് നമ്മൾ എഴുതും, പൈവോട്ടൊക്കെ എഴുതും. ആൻഡ് ദിസ് കോണ്ടിലാർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു റൗണ്ടഡ് ആർട്ടിക്കുലർ സർഫേസ് ഓഫ് വൺ ബോൺ ആൻഡ് ദ സോക്കറ്റ് ടൈപ്പ് ആർട്ടിക്കുലർ സർഫേസ് ഓഫ് മറ്റേത്. ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, 2 എക്സാമ്പിൾ ഒരുമിച്ച് പറയുന്നു. മെനിസ്കയും ആർട്ടിക്കുലർ ഡിസ്കും പറഞ്ഞ സ്ഥലത്ത്. യെസ്, ഇവിടെ ഒരു TM ജോയിൻറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നീ ജോയിൻറ്റും പറഞ്ഞത്. ഓക്കെ, ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റും നീ ജോയിൻ്റാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഹിയർ യു ക്യാൻ സീ ദിസ് articular disc. It reduces the distance between it reduces the chance of friction കാരണം അതിൻ്റെ ഇടയ്ക്കൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇതെന്ത് കാർട്ടിലേജാ? ഹൈലിൻ കാർട്ടിലേജ് ആണോ? ഹൈലിൻ കാർട്ടിലേജ് ആണോ? ഇത് അടുത്ത ഒരു ദിസ് ഈസ് അനദർ എന്ത് ദിസ് ഈസ് അനദർ ഇതിവിടെ അനദർ ഹോംവർക്ക്. ഓക്കെ, ഇത് എന്ത് കാർട്ടിലേജാണ് ഇവിടെ കാണുന്നത്? ഇവിടെ നമ്മളിത് എന്തിനാ പറയാം? This is the articular cartilage of the temporomandibular joint. You have to find what is the type of articular cartilage there. ഹൈലിൻ ആണോ ഫൈബ്രോ കാർട്ടിലേജ്? നമ്മൾ പറഞ്ഞു സാധാരണ നമ്മളെല്ലാം എന്താ ഉള്ളത്? ഹൈലിൻ കാർട്ടിലേജ് ആണ്. ഇവിടെ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഹൈലിൻ ആണോ അതോ വേറെ എന്തെങ്കിലും കാർട്ടിലേജ് ആണോ എന്തിൽ വരുന്നത്? ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റിലെ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഹൈലിൻ ആണോ ഫൈബ്രോ കാർട്ടിലേജ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അതുപോലെ നമ്മളെ അടുത്ത എക്സാമ്പിളാണ് നീ ജോയിൻറ്റിൽ പറഞ്ഞല്ലോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫെമറോ ടിബിയൽ സാധനമാണ് കോണ്ടൈലാറിൽ വരുന്നത്. ബേസിക്കലി നീ ചോദിച്ചാൽ നമ്മൾ മോഡിഫൈഡ് ഹിഞ്ചാണ് നമ്മൾ എക്സാമിന് എഴുതുക. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റിലെ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഏതാ എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങളത് ഉത്തരം കണ്ടുപിടിക്കും, ബട്ട് നിങ്ങളത് മറക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ ഉത്തരം എന്താ? ഹൈലിനല്ല, ദാറ്റ് ഈസ് ഫൈബ്രോ കാർട്ടിലേജ്. ഓക്കെ, സാധാരണ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് എവറി സൈനോവിയൽ ജോയിൻറ്റ് യു ഡ്രോ ദ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ആൻഡ് യു ലേബിൾ ഇറ്റ് ആസ് ഹൈലിനാണ് മോസ്റ്റ് കോമൺ. ബട്ട് ഇവിടെ ഫൈബ്രോ കാർട്ടിലേജ് ആണ് വരുന്നത്, എക്സെപ്ഷൻ. അപ്പോൾ ഇവിടെ കോണ്ടൈലാർ ജോയിൻറ്റ് ഈ സംഭവം വരയ്ക്കുക. ഡ്രോ ദിസ് ഡയഗ്രാം ലൈക്ക് കോൺകേവ് സംഭവം, കോൺവെക്സ് ആൻഡ് കോൺകേവ് ഫിറ്റിംഗ് സർഫേസ്. കോണ്ടൈൽ എന്ന് പറയും, ബൈ ആക്സലാണ്, രണ്ട് മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ബട്ട് മെയിൻലി എക്സാമ്പിൾ ആണ് മക്കളെ TM ജോയിൻറ്റ് പറയുക, അതുപോലെ തന്നെ നീ ജോയിൻറ്റും എക്സാമ്പിൾ ഇതാ. എലിപ്സോയിഡ് ജോയിൻ്റ് ആണ് അടുത്ത ടൈപ്പ്. എലിപ്സോയിഡും കോണ്ടൈലാറും കാര്യമായിട്ട് വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് കുറച്ച് ഡിഫറൻസ് ടേബിളിൽ പറഞ്ഞുതരാം. അപ്പോൾ എലിപ്സോയിഡ് എന്ന് പറയുന്ന സമയത്ത് ഈ കോണ്ടൈലാർ ജോയിൻറ്റ് പോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസസ് കുറച്ചുകൂടി എലിപ്റ്റിക്കൽ ആണ് ഇവർ ആ ആർട്ടിക്കുലാർ സർഫേസ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദ എലിപ്റ്റിക്കൽ കോൺവെക്സ് സർഫേസ് ഓഫ് വൺ ബോൺ ആർട്ടിക്കുലേറ്റ് വിത്ത് എലിപ്റ്റിക്കൽ കോൺകേവ് സർഫേസ്. എലിപ്റ്റിക്കൽ ആണെന്നുള്ള വാക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ ആക്സിൽ മൂവ്മെൻ്റ് ആണ്, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷനും സാധനങ്ങളും എല്ലാ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കയ്യിൽ പഠിച്ച എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്റർ കാർപ്പൽ പഠിച്ചു. ഏത്? പ്ലെയിൻ ആണ്, വേറെ മൂവ്മെൻ്റ് ഒന്നും പ്ലെയിൻ ആണ്, ഗ്ലൈഡിങ് ടൈപ്പ്. ഓക്കെ, ബാക്കി സാധനങ്ങൾ നോക്കണം. അപ്പം കാർപ്പൽ പഠിച്ചു, മെറ്റാകാർപ്പൽ പഠിച്ചു. ഇനി മെറ്റാകാർപ്പോ ഫലിഞ്ചൽ ഉണ്ടല്ലോ, മെറ്റാകാർപ്പോ ഫലിഞ്ചൽ ഇവർ കൊണ്ട്, അതുപോലെ മെറ്റാടാർസോ ഫലിഞ്ചൽ ഇവർ കൊണ്ട്. ഏത്? എലിപ്സോയിഡ്. ഇനി എന്താ ഉള്ളത്? റേഡിയോ കാർപ്പൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അല്ലേ, റേഡിയോ കാർപ്പൽ എന്ന് പറയുമ്പോൾ റേഡിയോസ് ആൻഡ് ദ കാർപ്പൽ ബോൺസ്. റേഡിയോ കാർപ്പൽ സാധനവും ഏതാ? എലിപ്സോയിഡ്. ഓക്കെ, പിന്നെ അറ്റ്ലാന്റോ ഓക്സിപിറ്റലോ അതെന്താ? അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ലോകം, വേൾഡ്, C1. ഓക്സിപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്കള്ളിൻ്റെ ലാസ്റ്റ് ആ ബോണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള മൂവ്മെൻ്റ് ആണെന്ത്? അത് രണ്ടും തമ്മിലുള്ള ജോയിൻറ്റ് ഈസ് ഓൾസോ എലിപ്സോയിഡ് ജോയിൻറ്റ്. ഓക്കെ, എലിപ്സോയിഡ് ജോയിൻ്റ് ആണ്, മനസ്സിലാക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എലിപ്സോയിഡ് ജോയിൻറ്റ്. അതാണ് ഈ സാധനത്തെ സഹായിക്കുന്നത്. യെസ് ആക്ഷൻ. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. നൗ അടുത്ത സാധനം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിൻ്റ് എന്ന് പറയുന്നത് യെസ് മൂവ്മെൻ്റ് ആണ് ഈ സാധനം. ഓക്കെ, നോ എന്ന് പറയുന്നതാണ് നമ്മളെന്ത്? ഈ സംഭവം എന്താ? നോ എന്ന് പറയുന്നതാണ് അറ്റ്ലസ് ആൻഡ് ദ ആക്സിസ്. ഓക്കെ, അറ്റ്ലാന്റോ ആക്സിസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നീറ്റ് PG ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലസ് ആൻഡ് ആക്സിസ് സാധനവും അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ്. കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി, പൈവോട്ടാണ്. പൈവോട്ട് വരുമ്പോൾ ഇങ്ങനെ തിരിയേ ഉള്ളൂ. ആ തിരിയുന്ന സമയത്ത് നോ ആണ് പറയാം. മറ്റേത് ഓക്സിപിറ്റൽ ആൻഡ് അറ്റ്ലസ് സംഭവം ഉള്ളത് യെസ് എന്ന് പറയുന്ന ഈ ജോയിൻറ്റിന്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? ജസ്റ്റ് തിങ്ക് പൈവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ തല തിരിക്കലാണ് പൈവോട്ട്, അതാണ് നോ മൂവ്മെൻറ്റിന് സഹായിക്കുക. യെസ് ആണ് മറ്റേത്. ഇപ്പം എലിപ്സോയിഡിലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇന്റർ കാർപ്പൽ, മെറ്റാടാർസൽ, മെറ്റാകാർപ്പലൊക്കെ മറ്റേൽ പറഞ്ഞു. ഏത് പറഞ്ഞു? ഗ്ലൈഡിങ് പറഞ്ഞു, പ്ലെയിനിൽ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള സാധനമാണ് മെറ്റാടാർസോ ഫലിഞ്ചൽ, അതുകൂടെ പറഞ്ഞു. റേഡിയോ കാർപ്പൽ പറഞ്ഞു, റേഡിയസ് എന്ന കാർപ്പൽ. ഈ രണ്ട് സംഭവം ആലോചിച്ച് വെക്കുക. അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ഓർമ്മയിൽ എഴുതുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മെറ്റാകാർപ്പൽ ഫലിഞ്ചൽ ആകുമ്പോൾ മെറ്റാടാർസോ ഫലിഞ്ചൽ അതിൽ വരും. എന്താ എലിപ്സോയിഡ് എന്ന് പറയുമ്പോൾ മെയിൻ ഡിഫറൻസ് ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ സാധനം. ഐ ഹാവ് എ ടേബിൾ ഓഫ് ഡിഫറൻസ് ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ കാരണം നിങ്ങൾ ചോദിക്കില്ല പിന്നെ എന്തിന് ഇത് രണ്ടും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിന് നിങ്ങളിങ്ങനെ രണ്ടെണ്ണം ആക്കിയെന്ന് ചോദ്യം ഉണ്ടാവുമല്ലോ. വൈ കോണ്ടൈലാർ ഈ ആക്ച്വലി എലിപ്സോയിഡ് എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് കോണ്ടൈലാറാണ്. സ്റ്റിൽ എന്തിന് നിങ്ങളിങ്ങനെ രണ്ടെണ്ണം ഇടുന്നെങ്കിൽ എന്തോ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ള ഫീച്ചേഴ്സ് മാത്രം നമുക്ക് നോക്കാം. ആവശ്യമില്ല, ലൈക്ക് ഒരു ചോദിക്കാൻ പോകില്ല. ഇവിടെ മെയിൻലി ഉള്ള സാധനം ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് വെച്ചാൽ എലിപ്റ്റിക്കലാണ് ഈ സംഭവം എന്നുള്ള സാധനം. ഓക്കെ, എലിപ്റ്റിക്കലാണ് എന്നുള്ളത് ഒരു പോയിൻ്റാണ്. എലിപ്റ്റിക്കലാണ് എലിപ്സോയിഡുള്ള സംഭവം എന്നുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ സം റൊട്ടേഷൻ ഈസ് അലൗഡ് ഇൻ കോണ്ടൈലാർ ജോയിൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ TM ജോയിൻറ്റും അതുപോലെ തന്നെ നീ ജോയിൻറ്റിലും കുറച്ച് റൊട്ടേഷൻ അലൗഡ് ആണ്. പാട്ട് ഓർമ്മയുണ്ടാവും, നീ ജോയിൻറ്റിൽ കുറച്ച് റൊട്ടേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് നീ ജോയിൻറ്റ് എന്തല്ലാതായത്, പ്യുവർ ഹിഞ്ച് ആവാണ്ട് മോഡിഫൈഡ് ഹിഞ്ച് ആയത്. അപ്പോൾ കുറച്ച് റൊട്ടേഷനൊക്കെ നീ ജോയിൻറ്റിൽ അലൗഡ് ആണ് എന്നാലോചിക്കുക. എലിപ്സോയിഡിൽ നോ റൊട്ടേഷൻ ഈസ് പോസിബിൾ. ക്യാൻ യു ഇതിൻ്റെ ഇടയ്ക്ക് റൊട്ടേഷൻ നടത്താൻ കഴിയോ? മെറ്റാകാർപ്പോ ഫലിഞ്ചലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും റൊട്ടേഷൻ ഇങ്ങനെ പിടിച്ച് തിരിക്കേണ്ടി വരും, പക്ഷെ അത് തിരിച്ചാൽ ഓർത്തോനെ കാണിക്കാൻ പറ്റും. ആ റൊട്ടേഷൻ ഒന്നും അലൗഡ് അല്ലല്ലോ. ഓക്കെ, പിന്നെ അതാണ് മെയിൻ ഈ സംഭവത്തിൻ്റെ ഡിഫറൻസ്. ബാക്കി നിങ്ങൾക്ക് വായിക്കാം, ആരും ചോദിക്കാനൊന്നും പോകില്ല. എലിപ്സോയിഡ് എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് കോണ്ടൈലാർ തന്നെയാണ്. ആൻഡ്
റൊട്ടേഷൻ ഇല്ല എന്നുള്ള സാധനവും അതിനൊരു എലിപ്സോയിഡ് ടൈപ്പ് ഓഫ് എലിപ്സോയിഡ് ആണ്, ഷേപ്പാണ് അതിൻ്റെ ആർട്ടിക്കുലർ കാർട്ടിലേജ് ആർട്ടിക്കുലർ സർഫേസ് ഉള്ളത് മാത്രം ആലോചിച്ച് വെക്കാം. ഇനിയാണ് സാഡിൽ ജോയിൻറ്റ്. സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുന്നതിൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ കോൺവെക്സ് വന്നിട്ട് നമ്മളിങ്ങനെയല്ലേ പറഞ്ഞത്, സി ഹിയർ ഇറ്റ് വാസ് ലൈക്ക് കോൺവെക്സ് സർഫേസ് ഇൻടു ആൻ കോൺകേവ് ആർട്ടിക്കുലർ സർഫേസ്. സോക്കറ്റ് കോൺകേവും ഈ നമ്മളെ ബോണിൻ്റെ സർഫേസ് കോൺവെക്സും ആയിരുന്നല്ലോ, കോൺവെക്സ് ഇൻടു എ കോൺകേവ്. ഇവിടെ സാഡിൽ എന്ന് പറയുന്ന സമയത്ത് ഫുൾ വിഷമമായിട്ട് ഇങ്ങനെ തല തിരിഞ്ഞ് കിടക്കുകയാണ്, കോൺകേവോ കോൺവെക്സ്. ഓക്കെ, അതും ആലോചിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് സാഡ് തല തിരിഞ്ഞ് കിടക്കുക, കോൺകേവോ കോൺവെക്സ് ഓർമ്മയുണ്ടെങ്കിൽ എഴുതുക. കാരണം എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആ ജോയിനെ പറ്റി എഴുതാനല്ലോ. ദ മെയിൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഈസ് ദിസ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ്. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ്. ഓക്കെ, കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരിക? കാർപ്പൽ ആൻഡ് ദ മെറ്റാകാർപ്പൽ. ഇതില്ലേ ഇതിൻ്റെ മെറ്റാകാർപ്പൽ, കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ്. അപ്പോൾ എങ്ങനെ ആലോചിച്ച് വെക്കുക എന്ന് പറയുന്നത്, എൻ്റെ ഗിവ് യു ദ വേ ഹൗ ടു റിമെമ്പർ ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് വരും, അപ്പോൾ ബാക്കി കാർപ്പോ മെറ്റാകാർപ്പൽ എന്താണ് അതും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനത്തിൽ എലിപ്സോയിഡ് പറഞ്ഞു, കോണ്ടൈലാർ പറഞ്ഞു, രണ്ട് നീയും ടി എം ജോയിൻറ്റ് മെയിൻ, പിന്നെ നീ ജോയിൻറ്റും പറയാം. പിന്നെ നമ്മൾ അതിനെ കുറച്ചുകൂടി മോഡിഫൈഡ് ആണ് എലിപ്സോയിഡ് എന്ന് പറഞ്ഞു. എലിപ്സോയിഡ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സാധനങ്ങളും. അങ്ങനെ സാധാരണ പഠിക്കുന്ന സമയത്ത് എലിപ്സോയിഡിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. നിങ്ങൾ ഓർമ്മകളൊക്കെ എഴുതിക്കോളൂ എന്ന് പറയും, ലൈക്ക് കൈ മാത്രം നമ്മൾ കാര്യമായിട്ട് എടുക്കുകയുള്ളൂ ആ കാര്യങ്ങളിൽ. ഇപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെറ്റാകാർപ്പോ ഫലിഞ്ചൽ, മെറ്റാടാർസോ ഫലിഞ്ചൽ, പിന്നെ ഇവിടെ റേഡിയോ കാർപ്പലായി, മെറ്റാകാർപ്പോ ഫലിഞ്ചലും ആയി, പിന്നെ അറ്റ്ലാന്റോ ഓക്സിപിറ്റലും മെറ്റാടാർസോ ഫലിഞ്ചലും. പിന്നെ സാഡിൽ എന്ന് പറയുമ്പം അതാണ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ. മെറ്റാകാർപ്പോ ഫലിഞ്ചലല്ലേ ഞാൻ എന്ത് പറഞ്ഞത്, എലിപ്സോയിഡ്. മെറ്റാകാർപ്പോ ഫലിഞ്ചൽ ഈസ് മെറ്റാകാർപ്പോ ഫലിഞ്ചൽ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ജോയിന്റ് മെറ്റാകാർപ്പോ ഫലിഞ്ചൽ. ഓക്കെ, കാർപ്പോ മെറ്റാകാർപ്പൽ എന്ന് പറഞ്ഞാൽ കാർപ്പൽ എന്താ മെറ്റാകാർപ്പൽ ജോയിന്റ്. ഇത് കാർപ്പൽ, ഇത് മെറ്റാകാർപ്പൽ, കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്. ഓക്കെ, കാർപ്പൽ ഇവിടെ ആയിട്ട് വരാം, കാർപ്പോ മെറ്റാകാർപ്പൽ മനസ്സിലാക്കണം. മെറ്റാകാർപ്പോ ഫലിഞ്ചൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള മെറ്റാകാർപ്പോ ഫലിഞ്ചൽ, കാർപ്പോ മെറ്റാകാർപ്പൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ എന്താ എന്ന് പറഞ്ഞാൽ സാഡ്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ പ്ലെയിൻ അല്ലെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. കാരണം അവിടെ കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും അലോ ഇല്ല. സോ പ്ലെയിൻ അല്ലെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻ്റ് ആയിട്ടാണ് നമ്മളത് പറയുക. കാരണം ഇതെല്ലാം കാരണം ഇവിടെയാണ് കുറച്ചുകൂടി മേലോട്ടാണ് നമ്മളെ ഈ കാർപ്പിൽ വരുന്നത്. കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെ ഇടയ്ക്കെല്ലാം മൂവ്മെൻറ്റ് നമ്മൾ കാര്യമായിട്ട് നമ്മളെ ഹാൻഡിൻ്റെയും മൂവ്മെൻ്റ് ഒക്കെ വരുന്നത് ബേസിക്കലി റേഡിയോ കാർപ്പൽ. റേഡിയസും അല്ലെയും കാർപ്പൽ ബോണിൻ്റെ ഇടയ്ക്കുള്ള ഈ മൂവ്മെൻ്റ് ആണ് വരുന്നത്. അല്ലാണ്ട് കാർപ്പലിൽ 8 ബോണും വെച്ചിട്ട് മെറ്റാകാർപ്പലല്ല നമ്മൾ തിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബ്രിഡ്ജ് ജോയിൻറ്റിൽ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ഈ എന്താ പറയുക, ഈ റേഡിയസും അല്ലയും ഇവിടുത്തെ 8 ബോണും തമ്മിൽ അതിൻ്റെ ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ നമ്മൾ പറഞ്ഞത്. റേഡിയോ കാർപ്പൽ എന്ത് ജോയിൻ്റാണ്? റേഡിയോ കാർപ്പൽ എന്ന് പറയുമ്പോൾ എലിപ്സോയിഡ്. ഓക്കെ, അപ്പോൾ സാഡിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ. കാരണം ബേസിക്കലി ജനറൽ അനാട്ടമി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ പറഞ്ഞാൽ കാർപ്പോ മെറ്റാകാർപ്പൽ ഫസ്റ്റ്, അത് സാഡിൽ. ഹൗ ടു റിമെമ്പർ? ഈ കൈ ഇങ്ങനെ പിടിച്ചൊരറ്റ വലി, അയ്യോ വേദന, സാഡ്. അത് മാത്രമേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. യൂണിവേഴ്സിറ്റിക്ക് സാഡിലിൻ്റെ എക്സാമ്പിൾ ചോദിക്കുന്ന സമയത്ത് സാഡിലോ എലിപ്സോയിഡോ കോണ്ടൈലോ എല്ലാം ഒന്നായിട്ട് തോന്നും. ഇത് സൈനോവിലാണോ എന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. സാഡ് എന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വലിക്കുക, ഭയങ്കര വിഷമവും കഴിച്ചതായിരിക്കും. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ സാഡിൽ ജോയിൻ ഡൺ. ഓക്കെ, പിന്നെ എക്സാമ്പിൾ വേണമെങ്കിൽ ആലോചിച്ച് നോക്കുക. സ്റ്റെർണോ ക്ലാവിക്കുലാർ, സ്റ്റെർണം ആൻഡ് ക്ലാവിക്കിൾ, കാൽക്കനോ ക്യൂബോയിഡ് കാലിലുള്ളത്. പിന്നെ ഇങ്കിഡോ മാലിയോളർ, ദറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദറ്റ്. അത് സ്മോളസ്റ്റ് സാഡിൽ ജോയിൻ്റ് ആണ്. ഇങ്കിഡോ മാലിയോളർ ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഓക്കെ, അപ്പം ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ കൈ പിടിച്ചു വലിച്ചു വേദന വന്നു. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ഈസ് സാഡാവുന്നു. ഇത് നമ്മളെ ചെവിൻ്റെ ഉള്ളിലുള്ളത് ഈ സംഭവം. ഓക്കെ, കാൽക്കനോ ക്യൂബോയിഡൊക്കെ. ബോൾ ആൻഡ് സോക്കറ്റ് വീനോ എക്സാമ്പിൾ എന്താ? ഷോൾഡർ ജോയിൻറ്റ്. സ്ഫീറോയിഡൽ ജോയിൻറ്റിന് പറയും റൗണ്ടഡ് കോൺവെക്സ് സർഫേസ് ഓഫ് വൺ ബോൺ ഫിറ്റ് ഇൻ ടു ദ കപ്പ് ഓഫ് അനദർ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് മറ്റേ റൗണ്ടഡ് ബോൾ പോലെ മറ്റേത് സോക്കറ്റിലേക്ക് പോകുന്നത്. ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ആക്സിസിലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. നൊട്ടേഷൻ എല്ലാ സാധനവും അലൗഡാണ്. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റാണ്. എക്സാമ്പിൾ ഹിപ്പ്, ഷോൾഡർ, ടാലോ കാൽക്കേനോ നാവിക്കുലാർ ആൻഡ് ഇങ്കിഡോ സ്റ്റെപ്പിഡിയൽ. ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്. ചെവിൻ്റെ സാധനം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഹിപ്പ് ജോയിൻറ്റ് നിങ്ങൾക്ക് അറിയാം, ഷോൾഡർ ജോയിൻറ്റ് അറിയാം. ഹിപ്പാണ് ലാർജസ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ടാലോ കാൽക്കേനോ നാവിക്കുലാർ എന്ന് പറയുന്നത്, ടാലസ് എന്ന് പറയുന്നത് എന്താ? ടാലസ് എന്ന് പറയുന്നത് കാലിലുള്ള ബോണാണ്. കാലിൽ എന്തുണ്ട്?
കാലിൽ വി ഹാവ് ടാർസൽ ബോൺസ്. ഓക്കെ, കാലിൽ നമുക്കുള്ളത് ടാർസൽ ബോൺസ് ഉണ്ട്. ടാർസൽ ബോണിലുള്ളത് കാൽക്കേനിയസ്, താഴത്തുള്ളത് കാൽക്കേനിയം. ആൻഡ് ദെൻ വി ഹാവ് ദിസ് കാൽക്കേനിയോ, താഴത്തുള്ളത് കാൽക്കേനിയം, മേലുള്ളത് ടാലസ്, മുന്നിലാണ് നാവിക്കുലർ വരിക. കാരണം ദിസ് ഇസ് പോസ്റ്റീരിയർ, ദിസ് ഇസ് ആൻറ്റീരിയർ. ഓക്കെ, പോസ്റ്റീരിയർ ആൻറ്റീരിയർ. അപ്പം ഇവിടെ കാൽക്കേനിയം ഉണ്ട്, മേലെ ടാലസ് ഉണ്ട്, മുന്നിൽ നാവിക്കുലർ, ക്യൂബോയിഡ്, ക്യൂനിഫോം, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം യു ഷുഡ് ലേൺ ദ നെയിം ഓഫ് ടാലസ് ബോൺ. ഷീ ലുക്സ് ടു പ്രിറ്റി ട്രൈ ടു ക്യാച്ച് എളുപ്പത്തിൽ നമുക്ക് കാർപ്പൽ ബോൺ അറിയാം. പക്ഷേ ടാലസ് ബോൺ ടാലസ് ബോൺസ് അല്ല, ടാർസൽ ബോൺ. കാർപ്പൽ ബോണും ടാർസൽ ബോണും. ടാർസൽ ബോണിൻ്റെ എന്ത് പഠിക്കണം? ലിസ്റ്റ് ഉണ്ടാക്കണം, പഠിക്കണം. ഈ കാൽക്കേനിയം, ക്യൂബോയിഡ്, നാവിക്കുലാർ, ക്യൂനിഫോം, ഈ ടാലസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. കാരണം അത് കൺഫ്യൂഷൻ വരും. ലൈക്ക് എക്സാമിന് അവർ ഫുൾ സെറ്റ് ഓരോന്നായിട്ട് ചോദിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഫുൾ സെറ്റ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചോദിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും ചിലപ്പോൾ കഴിയണമെന്നുണ്ടാവില്ല. ഓക്കെ, കാരണം വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ്. അപ്പം ഇവിടെ കാൽക്കേനിയം, ടാലസ് ആൻഡ് നാവിക്കുലാർ. ടാലസ് ആണ് മേലെ. അപ്പം കാൽക്കേനിയോ നാവിക്കുലാർ, ഈ ഫുൾ സാധനം. ടാലസ് മേലെ, കാൽക്കേനിയം ആണ് നമ്മൾ ഈ കാലിൽ ചവിട്ടുന്ന സാധനമല്ലേ, അതാണ് കാൽക്കേനിയം. കാൽക്കേനിയത്തിൻ്റെ മേലാണ് ടാലസ്, ടാലസിന് മുന്നിലാണ് നാവിക്കുലർ. അപ്പം ടാലസ് എന്ന് പറയുന്നത് കാൽക്കേനിയോ നാവിക്കുലറിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. അപ്പം ടാലോ കാൽക്കേനിയോ നാവിക്കുലർ ലിഗമെന്റ്. ടാലസ്, കാൽക്കേനിയോ, നാവിക്കുലർ. കാരണം ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇത് മേ ബി അത് MCQ ആയിട്ട് വരാം. കാരണം ബോൾ ആൻഡ് സോക്കറ്റിൽ നമുക്ക് നോ വൺ ഈസ് ഗോയിങ് ടു ആസ്ക് ലൈക്ക് ഷോൾഡർ എന്ത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെന്ന്, ഹിപ്പ് എന്ത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെന്ന് ആരും ചോദിക്കില്ല. അത് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് +2. MBBS ആണ് ടാലോ കാൽക്കേനിയോ നാവിക്കുലർ ഈസ് ബോൾ ആൻഡ് സോക്കറ്റ് എന്നുള്ളത്. പിന്നെ ഇൻക്യുറോസ്റ്റെപ്പിഡിയൽ ജോയിൻറ്റും. ഓക്കെ, അത്രയും സെറ്റാണല്ലോ. ഇനി നമുക്ക് ആ ചെവിയിലുള്ള ബോൺസിൻ്റെ ലൈക്ക് ഐ ടോൾഡ് ഐ വിൽ എക്സ്പ്ലെയിൻ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. സോ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സൈനോവൽ ജോയിൻ്റ് ഉള്ളത്. ലൈക്ക് ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. പിന്നെ ബാക്കിയെല്ലാം കുറച്ച് ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ വി നോ ദാറ്റ് വി ഹാവ്, നമുക്ക് ഏതൊക്കെയാണ് നമ്മളെ ചെവിയിലുള്ള ബോൺസ് പറയൂ. വി ഹാവ് മാലസ്, ഇംഗസ്, സ്റ്റേപ്പിസ് ആണല്ലോ അല്ലേ? മാലസ്, ഇംഗസ്, സ്റ്റേപ്പിസ് അല്ലേ നമ്മളെ ചെവിയിലുള്ള ബോണ്. ചെവിയിലുള്ള ബോൺ ഏതൊക്കെയാണ്? ഞാൻ വലുതാക്കിയതാണ്. മാലസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഓക്കെ, യു റൈറ്റ് ഇറ്റ് ആസ് ബോൾ ആൻഡ് ബിസ്. ബിസ് എന്ന് എഴുതാം. മാലസ്, ഇംഗസ്, സ്റ്റേപ്പിസിന് ബിസ് എന്ന് എഴുതാം. ബിസ് എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സാഡിൽ. സാഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വേണ്ടത്? സാഡ് ചങ്ങായി എന്ന് പറയുന്നത് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വേദന. അപ്പോൾ ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പിൾ. ഓക്കെ, സെറ്റാണല്ലോ, അത് സെറ്റാണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഡ്രോ ആൻ ആരോ ലൈക്ക് ദിസ്. ഇതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം ഇൻഗ്യുഡോ മാലിയോളാർ, ഇൻഗ്യുഡാർ എന്നും വിളിക്കാം. ബട്ട് ബേസിക്കലി നമ്മൾ ഇൻഗ്യുഡോ മാലിയോളാർ എന്നാണ് വിളിക്കാം. എന്ന് വെച്ചാൽ മക്കളെ ഇതെന്താ ഈ MIS എന്ന് പറഞ്ഞാൽ ചെവി. യു നോ വാട്ട് ഈസ് ചെവി? ഇത് വെയിറ്റ്. Ear has 3 ossicles, malus, ingus, stapes. ആപ്പിൾ പെൻസിൽ എന്താ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ. 3 ossicle ഉണ്ട്, മാലസ്, ഇംഗസ്, സ്റ്റേപ്പിസ് ഉണ്ട്. ആ മാലിസും ഇംഗസിൻ്റെ അടുക്കുള്ള ജോയിൻറ്റ്, ഇംഗസിൻ്റെ സ്റ്റേപ്പിസിൻ്റെ അടുക്കുള്ള ജോയിൻറ്റ്. ആരും ആ ജോയിൻറ്റിനെ പറ്റി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ENT പീപ്പിൾ വേവലാതിപ്പെട്ടോളും, കാരണം ആ ജോയിൻറ്റ് ഹാസ് ഇമ്പോർട്ടൻസ്. ബട്ട് അനാറ്റമിക്കാർ അത് എക്സാമിന് ചോദിക്കും, അത് എന്ത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെന്ന് ചോദിക്കും. ഇവിടെ കയ്യിൽ കാണുന്ന ജോയിൻറ്റ് എന്താണെന്ന് പോലും അറിയാത്ത, നമ്മൾ കാണാത്ത ആ ജോയിൻറ്റിനെ പറ്റി ചോദിക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ മാലിസ്, ഇംഗസ്, സ്റ്റെപ്പിസിൻ്റെ അടുക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ബിസ് ആലോചിക്കുക. നേരെ ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ദ ക്രോസ്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. ഇൻഗ്യുഡോ സ്റ്റെപ്പീഡിയൽ ജോയിൻറ്റ് ഇസ് ബോൾ ആൻഡ് സോക്കറ്റ്. മാലിസ് ആൻഡ് ഇംഗസ് അല്ലെങ്കിൽ ഇൻഗ്യുഡോ മാലിയോളാർ എന്നാണ് വിളിക്കുക. അത് സാഡിലാണ്. ലെറ്റ്സ് സീ ദാറ്റ്. സാഡിലിൻ്റെ എക്സാമ്പിളാണ് ഇൻഗ്യുഡോ മാലിയോളാർ, സ്മോളസ്റ്റ് സാഡിൽ. ബോൾ ആൻഡ് സോക്കറ്റ് എക്സാമ്പിളാണ് എന്താ വരിക? ആലോചിച്ച് നോക്കിയട്ടെ. ബിസ്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അപ്പം ബോൾ ആൻഡ് സോക്കറ്റ് ഇൻഗ്യുഡോ സ്റ്റെപ്പീഡിയലാണ് വരേണ്ടത്. നമുക്ക് അതിനാണ് ഇവിടെ എഴുതിയത്, ഇൻഗ്യുഡോ സ്റ്റെപ്പീഡിയൽ ജോയിൻറ്റ്. ഓക്കെ, ഇൻഗ്യുഡോ സ്റ്റെപ്പീഡിയൽ ജോയിൻറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഓക്കെ, സോ മിസ്, ബിസ് എന്നിട്ട് ക്രോസ് ചെയ്യാം. അപ്പം അത് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവിഷൻ പോലെയാണ് ഇനിയുള്ള സ്ലൈഡ്സ്. യൂണിയാക്സിൽ, ബൈആക്സിൽ, മൾട്ടി ആക്സിൽ. യൂണിയാക്സിൽ തന്നെ ഒറ്റ ആക്സിൽ മാത്രം. ലൈക്ക് ഇതിൻ്റെ ആവശ്യം, ലൈക്ക് ഈ ടോപ്പിക് ഈസ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഈസ് ബിക്കോസ് ക്ലാസിഫൈ സൈലോമൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എക്സ്ട്രാ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമാണിത്. അവിടെ ഒറ്റ ആക്സിസിലാണ് ഹിഞ്ച്, അറിയാം, ഹിഞ്ച്, പൈവോട്ട്, ഈ സാധനം ഒറ്റ ആക്സിസിൽ മാത്രമല്ലേ തിരിയുള്ളൂ.
മറ്റേ സുപ്പീരിയർ റേഡിയോ അൽനാറും മീഡിയൻ അറ്റ്ലാന്റോ ആക്സിൽ. കാരണം ലാറ്ററൽ അറ്റ്ലാന്റോ ആക്സിൽ ജോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മീഡിയൻ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, മീഡിയൻ എന്ന് പറയുന്നത് കറക്റ്റ് മിഡ് ലൈനിലാണ് ആ സാധനം വരുന്നത്. അപ്പം അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇവൻ ദോ വി റെഫേഴ്സ് മീഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് മീഡിയൽ? മീഡിയൽ എന്ന് പറഞ്ഞാൽ നിയർ ടു ദ മിഡ് ലൈൻ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ എവേ, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡ് ലൈൻ. അതാണ് മീഡിയൻ അറ്റ്ലാന്റോ ആക്സിൽ എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയൻ അറ്റ്ലാന്റോ ആക്സിൽ. പിന്നെ പൈവോട്ട് ജോയിന്റും ഹിഞ്ചും പൈവോട്ടും. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ മൂവ്മെന്റ് ഒറ്റ ആക്സിസിൽ, പൈവോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ആക്സിൽ. അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും എഴുതാം. ബൈ ആക്സിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈ ആക്സിൽ പഠിക്കേണ്ട, മറ്റേത് സ്റ്റഡി അബൌട്ട് മൾട്ടി ആക്സിൽ, ബോൾ ആൻഡ് സോക്കറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ്, ഷോൾഡർ, ഹിപ്പും പല രീതിയിൽ മൂവ്മെൻറ്റ്. ബാക്കി എല്ലാ സാധനങ്ങളും ബൈ ആക്സിൽ ഇടുക. ആ മൂവ്മെൻറ്റ്സ് ഒന്നും ലൈക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതാന്ന് മാത്രം. അപ്പോൾ കാരണം ഹിഞ്ച് നിങ്ങൾക്ക് എഴുതാം, പൈവോട്ടും എഴുതാം, മൾട്ടി ആക്സിൽ ബാക്കി എല്ലാ മൂവ്മെൻറ്റും എഴുതാം, ബാക്കി മൂവ്മെൻറ്റ്സ് അവിടെ എഴുതാം. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ ക്ലാസിഫൈ സിമ്പിൾ ജോയിൻറ്റ് കോമ്പൗണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആകെ 2 ബോൺ, ആകെ ഡോണ്ട് റൈറ്റ് ഇറ്റ് ആസ് ഒറ്റ ബോൺ ഫോമിങ് ജോയിൻറ്റ്, അങ്ങനെ എഴുതരുത്. ഇതിപ്പോൾ മറ്റേ ഛർദിക്കുള്ള മരുന്നിൻ്റെ കൊടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഛർദി വരുന്നത്. കാരണം എല്ലാ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ നോസിയ വോമിറ്റിംഗ് ചെയ്തു. അപ്പോൾ ഛർദിക്കുള്ള മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇത് നോസിയ വോമിറ്റിംഗ്, അത് എഴുതരുത്. അതുപോലെ സിമ്പിൾ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ബോൺ ഫോം ചെയ്യുന്ന ജോയിൻറ്റ് എന്നല്ല, 2 ബോണെങ്കിലും വേണം. അത് ഇന്റർഫെലിഞ്ചൽ ജോയിൻറ്റും. കോമ്പൗണ്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2. അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പം ദിസ് ഇസ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ് എക്സാമ്പിൾ ബോക്സ്. വിൽ ഡിസ്കസ് ദിസ് ലേറ്റർ. ഓക്കെ, നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് ഓഫ് സൈനോവൽ ജോയിൻറ്റും കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി തുടക്കത്തിലെ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത മൂവ്മെൻറ്റ്സ് ആണ്. ആക്റ്റീവ് മൂവ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സംഭവം എന്ന് പറയുന്നത് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ പ്ലെയിൻ ജോയിൻറ്റിൽ കാണുന്നത്. പിന്നെ ആംഗുലർ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ ആംഗിൾ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്, അബ്ഡക്ഷൻ, അഡക്ഷൻ. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എവേ, അഡക്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ദ മിഡ് ലൈൻ. പിന്നെ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സുപ്പിനേഷൻ, പ്രൊണേഷൻ സംഭവങ്ങൾ. സർക്കംഡക്ഷൻ നമ്മൾ വീഡിയോസ് കാണിച്ചതാണ്. പാസീവ് ആൻഡ് എക്സസറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ നമുക്കിപ്പം ഉദാഹരണത്തിന് നമ്മളിങ്ങനെ മസിലിൻ്റെ പവർ ഫിസിയോളജിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഫിസിയോളജി പ്രാക്ടിക്കൽ വീഡിയോ കാണേണ്ട മനസ്സിലാവും. നമ്മൾ തന്നെ ലൈക്ക് ആസ് എൻ എക്സാമ്പിൾ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് തളർത്തിയിട്ടോ ഞങ്ങൾ പരിശോധിച്ചാൽ പറഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് പാസീവ് മൂവ്മെൻറ്റ്. വെച്ചാൽ പേഷ്യൻറ്റിന് എല്ലാ റോളും നമ്മളാണ് ചെയ്യുന്നത്. ഓക്കെ, അക്സസറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് വിച്ച് ഓൺലി ദ എക്സാമിനർ ക്യാൻ ഡു, പേഷ്യൻറ്റ് ചെയ്യാൻ കഴിയാത്ത. കാരണം നമുക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ല, വേറൊരാൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് ഒക്കെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. കാരണം സൈനോവൽ ജോയിൻറ്റിനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് 15 മാർക്കിനൊന്നും അങ്ങനെ ചോദിക്കില്ല സൈനോവൽ ജോയിൻറ്റ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് പൈവോട്ട്, ഹിഞ്ച് സാധനങ്ങൾ എഴുതുന്നതിന് കൂടെ നിങ്ങൾക്ക് യൂണി ആക്സിൽ, ബൈ ആക്സിൽ, മൾട്ടി ആക്സിൽ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബേസ് ഓൺ നമ്പർ ഓഫ് ബോൺസ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് എഴുതാം. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ വാട്ട് ആർ ദ മൂവ്മെന്റ്സ് ഒക്കറിംഗ് ഇൻ സൈനോവൽ ജോയിൻറ്റ്. കാരണം എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്നിട്ട് ലിസ്റ്റ് ഓഫ് മൂവ്മെന്റ്സും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സൈനോവൽ ജോയിൻറ്റ് ഈസ് ബേസിക്കലി ദ എക്സാമ്പിൾ ആൻഡ് ദ ഡയഗ്രാം. ഓക്കെ, ആ എക്സാമ്പിളുള്ള സാധനം നമ്മൾ ഒന്നും കൂടി നോക്കുന്നു. നമ്മൾ കുറച്ച് MCQ ചെയ്യുന്നതിന് മുന്നിൽ എന്താ സെഷൻ. പ്ലെയിൻ ജോയിൻറ്റ്, ഇന്റർ കാർപ്പൽ, ഇന്റർ ടാർസൽ, ഇന്റർ മെറ്റാടാർസൽ എന്താ സൈഗോഫൈസിയൽ എന്ന് പറഞ്ഞു. ഹിഞ്ച് ജോയിൻറ്റിൽ സൈഗോഫൈസിയൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ വെർട്ടിബ്രലുള്ളത്. പിന്നെ ഹിഞ്ച് ജോയിൻറ്റിൽ ഹിഞ്ച് ജോയിൻറ്റിൽ ഏതാണല്ലേ, സൈഗോഫൈസിയൽ കേട്ടോ, സൈഗോഫൈസിയൽ. ഐ വിൽ ഷോ ദാറ്റ് ജോയിൻറ്റ്. നമ്മൾ നേരത്തെ കണ്ട ഞാനത് അവിടെ സൈഗോഫൈസിയൽ എന്നാണ് വായിച്ചത്. ആക്ച്വലി ഇത് സൈഗോഫൈസിയലാണ് നമ്മൾ ഈ സാധനം. ഓക്കെ, വെർട്ടിബ്രൽ ബിറ്റ്വീൻ ദ ആർട്ടിക്കുലർ പ്രോസസ് ഓഫ് ദ അഡ്ജസൻറ്റ് വെർട്ടിബ്രൽ, സൈഗോഫൈസിയൽ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പം ആ എക്സാമ്പിൾ കഴിഞ്ഞു. ഇതിൽ ഓർത്ത് വെക്കേണ്ട എക്സാമ്പിളാണ് ടിക്ക് ഇടുന്നത്. കാരണം പ്ലെയിൻ ഈസ് വെരി സിമ്പിൾ. കാരണം മൂവ്മെന്റ് ഒന്നും നടക്കാത്ത ഇന്റർ കാർപ്പൽ, ഇന്റർ മെറ്റാടാർസൽ, ഇന്റർഫലിഞ്ചൽ ഇന്റർഫലിഞ്ചൽ ഇല്ല. ഇന്റർഫലിഞ്ചൽ മൂവ്മെന്റ് ഉള്ള സാധനമാണ് ഇന്റർ കാർപ്പൽ, ഇന്റർ ടാർസൽ, ഇന്റർ മെറ്റാടാർസൽ, ഇന്റർ മെറ്റാകാർപ്പൽ. സിമ്പിൾ. ഹിഞ്ച് എന്ന് പറയുമ്പോൾ എൽബോ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ആംഗിൾ ഓർമ്മ ഉണ്ടാവും. പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഹിഞ്ച് ആലോചിക്കണമെങ്കിൽ നമ്മൾ നീ മോഡിഫൈഡ് ഹിഞ്ച് എന്നതാ. പിന്നെ ഇന്റർഫലിഞ്ചൽ. ദിസ് ഓൾ എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടൻറ്റ്. പൈവോട്ട് എന്ന് പറയുന്നതാണ് മെയിൻ ഇമ്പോർട്ടൻസ് ആണ്. സുപ്പീരിയർ റേഡിയോ അൽനാർ ജോയിന്റും അതുപോലെ തന്നെ മീഡിയൻ അറ്റ്ലാന്റോ ആക്സിൽ. അതാണ് നോ പറയാൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോ പറയാനുള്ളത് മീഡിയൻ അറ്റ്ലാന്റോ ആക്സിൽ സാധനം. ചിക്ക്. ഓക്കെ, നോ പറയുന്ന സാധനം. അറ്റ്ലസ് ആൻഡ് ആക്സിസ് ഇമ്പോർട്ടൻറ്റ്. കോണ്ടൈലർ നമ്മൾ പറഞ്ഞു. TM ജോയിന്റ് ആൻഡ് മെറ്റാകാർപ്പോഫലിഞ്ചൽ. അല്ല, മെറ്റാകാർപ്പോഫലിഞ്ചൽ മേ ബി എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് നമുക്ക് വേണ്ടത് ഇറ്റ്സ് നോട്ട് റോങ്. TM ജോയിന്റ് ചെയ്താൽ വേണമെങ്കിൽ നീ ജോയിന്റിൽ ലാറ്ററൽ ആൻഡ് മീഡിയൽ സാധനം. ബേസിക്കലി റിമെമ്പർ ടെമ്പറോമാൻഡിബുലാർ ജോയിന്റ്. അതാണ് കോണ്ടൈലറിന് എഴുതേണ്ടത്. ലാറ്ററൽ ആൻഡ് മീഡിയൽ മറ്റേ ഫിമറോ ടിബിയൽ സാധനം എഴുതാം.
എലിപ്സോയിഡ് എന്ന് പറയുന്നത് ബാക്കി സാധനങ്ങൾ ഏതൊക്കെയാ? റേഡിയോ കാർപ്പൽ, പിന്നെ അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ നേരത്തെ പറഞ്ഞത്, മെറ്റാകാർപ്പോ ഫെലിഞ്ചൽ, മെറ്റാടാർസോ ഫെലിഞ്ചൽ. എലിപ്സോയിഡ് ഈസ് ലൈക്ക് ബേസിക്കലി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഓർത്ത് പഠിക്കാൻ കഴിയും. ബാക്കി സാധനങ്ങളൊക്കെ എലിപ്സോയിഡ് ഇട്ടാൽ മതി. കാരണം ഏകദേശം ഈ എക്സാമ്പിൾ മാത്രം എക്സാമ്പിൾ ചോദിക്കുള്ളൂ, പുതുതായിട്ട് എക്സാമ്പിൾ ഒന്നും അവർ ഇറക്കില്ല. ഈ ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ഈസ് സാഡിൽ എന്നുള്ളത് ഷുവർ ക്വസ്റ്റ്യൻ ഇട്ടാൽ അതാണ് ആദ്യത്തെ പ്രയോറിറ്റി. എങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാം. കൈ പിടിച്ചു വലിച്ചു, വേദന വന്നു, കുട്ടി സാഡായി, സാഡിൽ ഈസ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്. ഇത് ഫിസിക്സിൽ ഇങ്ങനെ ഫോർമുലൊക്കെ ഇങ്ങനെ ഇപ്പം അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ പാടി പഠിപ്പിക്കുക. ഇങ്ങനെ വന്നാൽ അങ്ങനെ ഫിസിക്സ് അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ, F=ma എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ കുട്ടിനെ കൈ പിടിച്ചു വലിച്ചു, കുട്ടി സാഡായി, സാഡിൽ ഈസ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ. ഓക്കെ, അത് ചോദിക്കുന്നതുകൊണ്ടും റിപ്പീറ്റഡ്ലി ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ പറയുന്നത്. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ഈസ് സാഡിൽ. ഓക്കെ, പിന്നെ സ്റ്റെർണോ ക്ലാവിക്കുലാർ, കാൽക്കനോ ക്യൂബോയിഡ്, ഇൻഗിഡോ, ഈ സാധനം ഓർക്കുകയാണെങ്കിൽ ഓർമ്മണ്ടെങ്കിൽ എഴുതാം. ഇൻഗിഡോ മാലിയോളർ നമ്മൾ തെറ്റിക്കില്ല. മിസ് മാലിയസ് ഇംഗസ് സ്റ്റെപ്പീസ്, ഈസ് ബിസ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഈ സാധനം ക്രോസ് ഇടാൻ മറക്കരുത്. പിന്നെ മിസ് ബിസ് ഒന്നും ആലോചിച്ച് അവിടെ പോകും, നേരെ ഉത്തരം തിരിയും. ക്രോസ് ഇടണം. ഇത് ബോളും മറ്റേത് സാഡിലാണ്. അത് നമുക്കറിയ ബോൾ ആൻഡ് സോക്കറ്റ്, വീനോ, ഹിപ്പ്, ഷോൾഡർ, ഇൻഗിഡോ സ്റ്റെപ്പീഡ്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദിസ്. ഇതെന്താ? These are phalanges. This is metacarpal. These are carpal. This is radius. This is ulna. ഇത് ഇത്രയും സെറ്റായി. ഫെലാഞ്ചസ് ഒട്ടാകെ നമുക്കുള്ളത് 14. അതെങ്ങനെ? 3, 3, 6, 3, 9, 3, 12, 2, 14. മെറ്റാകാർപ്പിൽ നമുക്കുള്ളത് 5. കാർപ്പിൽ നമുക്കുള്ളത് 8. അൾന 1, റേഡിയസ് 1. ബേസിക് പഠനം. ഓക്കെ, വെറുതെ ഇങ്ങനെ സൂപ്പർഫിഷ്യൽ പഠിക്കാൻ, ബേസിക് ഫുൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, നൗ ലെറ്റ് us ഡിലീറ്റ് ഈച്ച് സാധനം, ലേൺ ഓരോന്ന് വെച്ച് പഠിക്കാം. അപ്പോൾ അതിൽ ഇന്റർഫെലിഞ്ചൽ ജോയിന്റ് എന്താ? ഇന്റർഫെലിഞ്ചൽ ജോയിന്റ് എന്താ? ഞാൻ കയ്യിലുള്ള ജോയിന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത് എടുത്തത്, ജസ്റ്റ് സമ്മറി. ഇന്റർഫെലിഞ്ചൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇന്റർഫെലിഞ്ചൽ എന്താ? ഹിഞ്ച്. യെസ്, ഇന്റർഫെലിഞ്ചൽ ഈസ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, ഇന്റർഫെലിഞ്ചൽ ഹിഞ്ച് ജോയിന്റ് ആണ്. അത് സെറ്റായല്ലോ. നമുക്ക് അടുത്തവിടെ എന്താ? മെറ്റാകാർപ്പോഫെലിഞ്ചൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇന്റർഫെലിഞ്ചൽ കഴിഞ്ഞു, പിന്നെ വരുന്നത് മെറ്റാകാർപ്പോഫെലിഞ്ചൽ. ഈ സാധനം മെറ്റാകാർപ്പോഫെലിഞ്ചൽ, മെറ്റാടാർസോഫെലിഞ്ചലിക്ക് എന്താ? നമ്മൾ കാര്യമായിട്ട് എക്സാമ്പിൾ ഒന്നും പഠിക്കാത്ത സാധനം, ദാറ്റ് ഈസ് എലിപ്സോയിഡ്. ഓക്കെ, എലിപ്സോയിഡ്. ഇനി നമുക്ക് എന്താ വരുന്നത്? ഇവിടെ ഇന്റർമെറ്റാടാർസൽ ജോയിന്റില് ഇന്റർകാർപ്പൽ, അതൊക്കെ എന്താ? ഗ്ലൈഡിങ് ജോയിന്റ് അല്ലെങ്കിൽ പ്ലെയിൻ. ഓക്കെ, ഇന്റർമെറ്റാടാർസൽ, അതുപോലെ തന്നെ ഇന്റർകാർപ്പലും എന്താ? പ്ലെയിൻ ജോയിന്റ് ആണ്. ഓക്കെ, ഗ്ലൈഡിങ് മൂവ്മെന്റ്. മെയിൻ ഈ സാധനമാണ് ഇന്റർമെറ്റാകാർപ്പലും മറ്റേ ഇന്റർകാർപ്പലും. ഇനി നമുക്കുള്ള മെയിൻ സാധനമാണ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ. അതെവിടെ വരിക? കാർപ്പോ മെറ്റാകാർപ്പൽ ഇവിടെ അല്ലേ വരിക. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇവിടെ വരിക്കുന്നത് ഈ ചോപ്പ് വരിക്കുന്നത് കാർപ്പോ മെറ്റാകാർപ്പൽ. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ പിടിച്ചു വലിച്ച വേദന സാഡ് വന്നു, സാഡിൽ ജോയിന്റ് ഫസ്റ്റ് കാർപ്പോ മെറ്റാ, അതാണ് വേറെ കളറിൽ എഴുതിയത്. ഓക്കെ, ഇനി ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? റേഡിയോ കാർപ്പൽ എന്ന് പറഞ്ഞാൽ റേഡിയസും കാർപ്പലിൻ്റെ ഇടയ്ക്കുള്ള ജോയിന്റ് എന്താ? റേഡിയോ കാർപ്പൽ ഈസ് എലിപ്റ്റിക്കൽ ജോയിന്റ് അല്ലേ? എലിപ്സോയിഡ് ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് വേറെ സാധനങ്ങളുള്ളത് റേഡിയോ അൾനാർ. ഇതെന്താ? ഇത് ഏത് റേഡിയോ അൾനാർ? സുപ്പീരിയർ ഇൻഫീരിയർ റേഡിയോ അൾനാറും പൈവോട്ടാണ്. സുപ്പീരിയറും ഇൻഫീരിയറും പൈവോട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പൈവോട്ട് ജോയിന്റ്. ഇപ്പോൾ ബേസിക്കലി പറയാം സുപ്പീരിയർ റേഡിയോ അൾനാർ ആണ് പൈവോട്ട് ജോയിന്റ്. ഓക്കെ, കൈ ആയതുകൊണ്ട് റേഡിയസ് ആണെങ്കിലും കൂടി എക്സ്പ്ലെയിൻ ആക്കിയത് മാത്രം. ഇനി അടുത്ത സാധനമാണ് ഇൻട്രോഷ്യസ് റേഡിയോ അൾനാർ. അതെന്താ ഇൻട്രോഷ്യസ് റേഡിയോ അൾനാർ? റേഡിയസിന്റെ അല്ലിന്റെ അടുക്കുള്ള ഇൻട്രോഷ്യസ് റേഡിയോ അൾനാർ ഏതാ? ഇൻട്രോഷ്യസ് റേഡിയോ അൾനാർ എന്ന് പറയുന്ന സമയത്ത് റിമെമ്പർ, ഇൻട്രോഷ്യസ് റേഡിയോ അൾനാർ ഈസ് ഓർമ്മയുണ്ടോ? ഫൈബ്രസ് ജോയിന്റിൽ പറഞ്ഞത് ഗോംഫോസിസ്, സ്യൂച്ചേഴ്സ് ആൻഡ് സിൻഡസ്മോസിസ്. ദാറ്റ് ഈസ് സിൻഡസ്മോസിസ്. ഓക്കെ, ഐ ഹോപ്പ് ഇവിടെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ സംഭവമാണ്. ലൈക്ക് ഐ വിൽ റിമൂവ് മൈസെൽഫ് സോ ദാറ്റ് യു ക്യാൻ സീ ദിസ്. ഓക്കെ, ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, ബട്ട് ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. ഓക്കെ, it's not important. No one is going to ask you to draw this. It's just important to know. Remember, first metacarpal joint is saddle. എന്ന് സാധനം മേ ബി ഇവിടുന്ന് ചോദിക്കുള്ളൂ. പക്ഷെ കുറേ ദുരിതം എക്സാമ്പിളൊക്കെ പഠിച്ചിട്ട് അവസാനം എന്താണെന്ന് ഓർമ്മയില്ലാത്ത ഞാൻ സമ്മറി ആക്കിയിട്ട് വരച്ചതാണ്. ടു റിമെമ്പർ ദിസ്. ഓക്കെ, ഫോവിയ മേക്സ് ദ ലൈഫ് ഹാപ്പിയർ. ഓക്കെ,
Okay guys, and I am back, and let us see some MCQs, and all these MCQs are from one of the famous book in anatomy. Yeah, guess the book. One of the famous book in anatomy, and that is Fovea 1. ഫോവിയയുടെ സ്വന്തം MCQ ബുക്ക്. അതിൽ നിന്ന് എടുത്ത ജനറൽ അനാറ്റമിയിൽ വളരെ കുറച്ച് MCQs ആണ് നോക്കാം. സിംഫൈസിസ് ഈസ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ജോയിന്റ്. കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. Symphysis is a type of secondary cartilaginous joint. Symphysis pubis ഒക്കെ secondary cartilaginous joint. കറക്റ്റ്. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പിൽ സാഡ്. പേഷ്യൻ്റ് ആൾ പിടിച്ച് വലിച്ചു. കാരണം ഞാൻ പറയല്ലേ ചോദിക്കുന്ന സാധനമാണെന്ന്. മിഡ് ലൈൻ ആലോചിച്ചാൽ അത് കിട്ടി. സാഡ് എന്നുള്ളതിൻ്റെ കോഡ് ആലോചിച്ചാൽ അത് കിട്ടി. സിൻഡസ്മോസിസ് പെഗ് ആൻഡ് സോക്കറ്റ് അറിയില്ല. ജോയിന്റ് ബിറ്റ്വീൻ ഡയാഫൈസിസ് ആൻഡ് എപ്പിഫൈസിസ് ലോങ് ബോൺ പ്രൈമറി കാർട്ടിലേജസ് അറിയാം, കാരണം അവിടെ ഹൈലിംഗ് കാർട്ടിലേജ് മാത്രം വന്നിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 1, 2, 4 1, 2, 4 ഉത്തരം. കാരണം അതിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ പെഗ് ആൻഡ് സോക്കറ്റ് ഏതാ? ബോൾ ആൻഡ് സോക്കറ്റ്. ഓക്കെ, അത് ബോൾ ആൻഡ് സോക്കറ്റ് ആണ് ആ സാധനം. സിൻഡസ്മോസിസ് ഒന്നുമല്ല. ഓക്കെ, വാട്ട് ഈസ് സിൻഡസ്മോസിസ്? സിൻഡസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദിസ്? സിൻഡസ്മോസിസ് എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. ഇൻട്രോഷ്യസ് റേഡിയോ അൽനാരിസ് ടൈപ്പ് ഓഫ് സിൻഡസ്മോസിസ്, അതാണ് നമ്മൾ സിൻഡസ്മോസിസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ആ ഇൻട്രോഷ്യസ് സാധനം വരുന്നത് അത് പെഗ് ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പം ബോൾ ആൻഡ് സോക്കറ്റ് ആണ് ഈ പെഗ് ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 4 ഉത്തരം. മിഡ് ലൈൻ ആലോചിച്ചാൽ കോഡ് കിട്ടും, സാഡ് ആലോചിച്ച സാധനം കിട്ടും. ഇത് പ്രൈമറി കാർട്ടിലേജസ് ജോയിൻ്റ് ആണെന്നുള്ളത് വി ഹാവ് സ്റ്റഡിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾ ആൻഡ് സോക്കറ്റ് ഇൻഗിഡോ മാലിയോളാർ ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ഇൻഗിഡോ മാലിയോളാർ നമുക്ക് അറിയില്ല. സോ വിൽ റൈറ്റ് ഇസ് മിസ് ബിസ്. ഇങ്ങനെ കോഡിടുക. ബോൾ ആൻഡ് ഇൻഗിഡോ മാലിയോളാർ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുക്കുള്ളത് എന്താ? സാഡിലാണ്, ബോൾ ആൻഡ് സോക്കറ്റ് അല്ല. ഓക്കെ, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എലിപ്സോയിഡ് ഈസ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൻ അല്ല. ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൻ എന്ന് പറഞ്ഞാൽ ആൾ കരയാണ് ചെയ്യുക, സാഡാണ്. പൈവോട്ട് ഈസ് ഇൻഫീരിയർ റേഡിയോ ആണ് പറഞ്ഞത്. സുപ്പീരിയറും ഇൻഫീരിയർ റേഡിയോ അല്ലാതും പൈവോട്ടാണ്. കറക്റ്റ്. സിംഫൈസിസ് ഇസ് മാനിബ്രോസ് സ്റ്റേണൽ. മാനിബ്രോസ് സ്റ്റേണൽ മിഡ് ലൈൻ സിംഫൈസിസ്. കറക്റ്റ്. 3, 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following are characteristics of synovial joint? Articular cartilage is covered by synovial membrane. ഇല്ല, ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. മോസ്റ്റ്ലി റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് ആണ് മോസ്റ്റ്ലി ഫ്രീ മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നത്. അപ്പോൾ അതും തെറ്റ്. ആർട്ടിക്കുലർ സർഫേസ് ആർ കവേർഡ് ബൈ ആർട്ടിക്കുലർ കാർട്ടിലേജ്. അത് കറക്റ്റ്. ബർസ റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്ട്രക്ചർ. യെസ്, 3, 4. ഓക്കെ, സി ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ അല്ലേ? കാരണം ബുക്ക് വിൽക്കാൻ വേണ്ടി മാത്രമല്ല, ലൈക്ക് ബുക്കുള്ള ആൾക്കാർ യൂസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്ലാസ് കണ്ട ഉടനെ ബുക്ക് എവിടെ എന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ലൈക്ക് വി വിൽ ബി സെല്ലിങ് ടു എവറി ബാച്ചസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പതിയെ ഉടനെ അറിയിക്കുന്നതാണ്. അപ്പം ബുക്ക് MCQ സോൾവ് ചെയ്യണം. ആപ്പിൽ അവൈലബിൾ ആണ് MCQs, അതുപോലെ തന്നെ ബുക്കിൽ അവൈലബിൾ ആണ്. കാരണം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കാരണം സാധാ കുഞ്ഞു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. മൾട്ടിപ്പിൾ ഓപ്ഷനൊക്കെ 2-3 കോൺസെപ്റ്റ് ഒരുമിച്ചിട്ടിട്ടാണ് ചോദിക്കുന്നത്. അത് റെഡിയാണല്ലോ. ഇനി അടുത്ത 2 ജോയിന്റ് ഫോംഡ് ബൈ റേഡിയസ് മെൻഷനിങ് ദെയർ ടൈപ്സ്. റേഡിയോ കാർപ്പൽ എലിപ്സോയിഡ് ആണെന്ന് പറയാം. റേഡിയോ അൽനാറിസ്, സുപ്പീരിയർ ഇൻഫീരിയർ പൈവോട്ട് ജോയിന്റ്. ഫസ്റ്റ് കാർപ്പൽ കോൺസെപ്റ്റ് ഒന്നുമില്ല അതിൽ. ഓൾ ദ ജോയിന്റ്സ് ഓഫ് ദ ടൈപ്പ് ഒക്കർ ഇൻ ദ മീഡിയൻ പ്ലെയിൻ. ഏതാ മീഡിയൻ? മിഡ് ലൈൻ ഉള്ളത് സിംഫൈസിസ് ഓർ സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് ക്ലാസ്. സൈനോവിയൽ ജോയിന്റ് ആണ്. ഇറ്റ് വാസ് എ വെരി ലോങ് സെഷൻ, ബട്ട് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സംതിങ്. മേ ബി ഇതൊന്നും എക്സാമിന് ചോദിച്ചില്ല എന്ന് വരാം, എസ് ആയിട്ട് വരില്ല, ഒന്നും വരില്ല. ബട്ട് ഫോർ നീറ്റ് PG അല്ലെങ്കിൽ ഫോർ എനിത്തിങ്, എനി ഫ്യൂച്ചർ എക്സാംസ്, യു വിൽ റിമെമ്പർ സംതിങ് ഫ്രം ദിസ്. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് മീ ഫോർ ദിസ് ലോങ് 1 hour. താങ്ക് യു ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.